So once Good again, welcome back to the session, everyone. So അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേയിലെ സെഷനിൽ നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. It was all about the area of audit risk. And it's a second day. And ഇന്നത്തെ ഈ ഒരു പെർട്ടിക്കുലർ സെഷൻ്റെ അകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് ഓൺ ദ ഏരിയ ഓഫ് ഇന്റേണൽ കൺട്രോൾസ്. അപ്പോൾ എല്ലാവരുടെ അടുത്ത് ഇന്റേണൽ കൺട്രോൾസിന്റെ ഏരിയാസ് ഒക്കെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ബിലീവ് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. സോ അപ്പോൾ ഇന്റേണൽ കൺട്രോളിന്റെ ഏരിയയിൽ എങ്ങനെയാണ് ആൻസേഴ്സ് പ്രസന്റ് ചെയ്യേണ്ടതെന്നുള്ളതും ആ ഏരിയയിലെ ക്വസ്റ്റ്യൻസും ആയിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവുക. സോ ബേസിക്കലി when it comes to the area of internal controls, well, we know that it is another core area of this syllabus. നമുക്ക് ഇന്റേണൽ കൺട്രോൾസിന്റെ ഏരിയക്കകത്ത് വന്നു കഴിയുമ്പോഴത്തേനും either a 20 mark question or one another 30 mark question will definitely be from the area of internal controls. ശരിയല്ലേ? അപ്പോൾ എന്താണെങ്കിലും നമുക്കൊരു 20 മാർക്കിന്റെ അല്ലെങ്കിൽ 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇന്റേണൽ കൺട്രോളിന്റെ ഏരിയക്കകത്ത് നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് പല കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്റേണൽ കൺട്രോൾസിന്റെ ഏരിയാസിന്റെ അകത്ത് നിന്ന് വരാറുണ്ട്. നോർമലി നമ്മുടെ അടുത്ത് അവരൊന്നെങ്കിൽ ഡെഫിഷ്യൻസീസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക, ആൻഡ് അതിന്റെ റെക്കമെൻഡേഷൻസ് ചോദിക്കും, ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ചോദിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡെഫിഷ്യൻസിയും റെക്കമെൻഡേഷനും മാത്രം ചോദിക്കാം. അതുമല്ലാന്നുണ്ടെങ്കിൽ തേർഡ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, they will ask us for direct controls and their test of controls. So ഈ മൂന്ന് പാറ്റേണിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം ഫ്രം ദ ഏരിയ ഓഫ് ഇന്റേണൽ കൺട്രോൾസ്. സോ അപ്പോൾ ഈ ഇന്റേണൽ കൺട്രോൾസിന്റെ ഏരിയ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓൾറൈറ്റ്. സോ ആസ് ഐ ഹാവ് മെൻഷൻഡ് ഇൻ ദ ലാസ്റ്റ് ഡേ, ബിഫോർ സ്റ്റാർട്ടിംഗ് വിത്ത് ദ ഏരിയ ഓഫ് ഇന്റേണൽ കൺട്രോൾസ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് in order to revise the area of control activities. കാരണം കൺട്രോൾ ആക്ടിവിറ്റീസിന്റെ ഏരിയക്കകത്ത് പ്രോപ്പർ ഗ്രിപ്പ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഇന്റേണൽ കൺട്രോൾസിന്റെ ക്വസ്റ്റ്യൻസും പ്രോപ്പർലി ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്റേണൽ കൺട്രോൾസിന്റെ ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആദ്യമേ കൺട്രോൾ ആക്ടിവിറ്റീസ് എല്ലാം പ്രോപ്പർലി റിവൈസ് ചെയ്യണം. ആൻഡ് നമ്മുടെ റെഗുലർ സെഷൻസ് അറ്റൻഡ് ചെയ്തവർ കൺട്രോൾ ആക്ടിവിറ്റീസിന്റെ റെക്കോർഡഡ് സെഷൻസ് ഉണ്ട്, നമ്മളത് ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ക്വിക്ലി നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ഒന്ന് റിവൈസ് ചെയ്യുക. ആൻഡ് നമ്മളോട് നോട്ട്സ് ഓരോന്നും പ്രോപ്പർലി എഴുതിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഐ ഹാവ് ആസ്ക്ഡ് യു ടു ഗീവ് പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഫോർ ഈച്ച് ഓഫ് ദിസ് പോയിന്റ്സ്. സോ ആ പോയിന്റ്സ് എല്ലാം റിവൈസ് ചെയ്യുക. ഇൻ കേസ് അങ്ങനെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഫാക്കൽറ്റീസിന്റെ സെഷനാണ് അറ്റൻഡ് ചെയ്തെന്നുണ്ടെങ്കിലും ഈ പറയുന്ന കൺട്രോൾ ആക്ടിവിറ്റീസ് ഓരോന്നും പ്രോപ്പർലി റിവൈസ് ചെയ്ത് നോക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇൻ ടോട്ടൽ 6 സിസ്റ്റംസ് ആയിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെ സിസ്റ്റംസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്? സെയിൽസ് സിസ്റ്റം നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നു, പെർച്ചേസ് സിസ്റ്റം നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നു, ഇൻവെന്ററി സിസ്റ്റം ഉണ്ടായിരുന്നു നമുക്ക് നോക്കാനായിട്ട്, സെയിം as that ദ ബാങ്ക് ആൻഡ് ക്യാഷ് സിസ്റ്റം നമുക്ക് നോക്കാനായിട്ടുണ്ടായിരുന്നു. ഔട്ട് ഓഫ് വിച്ച് നമുക്ക് ക്യാഷ് പേയ്മെന്റ്സ് ഉണ്ട്, ക്യാഷ് റെസിപ്റ്റ്സും ഉണ്ട്. ദെൻ വി ഹാവ് ഗോട്ട് ദ പേറോൾ സിസ്റ്റം, ദെൻ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന സിസ്റ്റം നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സിസ്റ്റമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏറ്റവും റിക്കറിംഗ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള 3 സിസ്റ്റത്തിൽ നിന്നാണ്. വൺ ഈസ് സെയിൽസ്, other one is purchase, and the other one is payroll. ഇത് മൂന്നുമാണ് ഏറ്റവും കൂടുതലായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. കമ്പാരിറ്റീവ്ലി കുറച്ച് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഏരിയ ആണ് ദ ഏരിയ ഓഫ് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാഷ് ആൻഡ് ബാങ്ക്. നോർമലി ഇത് രണ്ടും മൾട്ടിപ്പിൾ സിസ്റ്റംസ് കമ്പൈൻഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന കേസിൽ മാത്രമാണ് നമ്മുടെ അടുത്ത് ചോദിക്കാറുള്ളത്. ഇൻഡിവിജ്വൽ ആയിട്ട് ചോദിക്കാനുള്ള കേസസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അല്ലെങ്കിൽ പാസ്റ്റ് എക്സാംസിന്റെ പാറ്റേൺ നോക്കിക്കഴിയുമ്പോൾ ഈ ഏരിയ എന്ന് വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് കുറവാണ്. അപ്പം ഈ സിസ്റ്റംസ് എല്ലാം പ്രോപ്പർലി റിവൈസ് ചെയ്ത് വെക്കുക. ഈ ഓരോ സിസ്റ്റത്തിനെ കുറിച്ചും പ്രോപ്പർ നോളജ് ഉണ്ടെന്നുള്ള കാര്യം എൻഷുർ ചെയ്യാം. എന്നിട്ട് മാത്രം ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്ക് പോവാം. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്റേണൽ കൺട്രോൾസിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. എക്സാമിനർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ടാവുക, ഏറ്റവും ബേസിക് ആയിട്ട് അവർ നമ്മുടെ അടുത്ത് സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഡെഫിഷ്യൻസി എന്താണോ ആ ഡെഫിഷ്യൻസി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയും. ആ ഡെഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണോ ആ റെക്കമെൻഡേഷൻസും പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറയും. ഇതിന് ആഡ് ഓൺ ആയിട്ടാണ് അവർ നമ്മുടെ അടുത്ത് ടെസ്റ്റ് ഓഫ് കൺട്രോൾസും കൂടി ചെയ്യാനായിട്ട് പറയുന്നത്. സോ ലിറ്ററലി വി നീഡ് ടു ഗീവ് ഡെഫിഷ്യൻസി, റെക്കമെൻഡേഷൻ ആൻഡ് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ഇൻ ഈച്ച് ഓഫ് അവർ ആൻസർ. ആൻഡ് ഡെഫിഷ്യൻസീസ് എഴുതുന്ന സമയത്ത് നമ്മുടെ ആൻസറിൻ്റെ അത് 3 കാര്യങ്ങളാണ് വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്പർ 1, നമ്മുടെ ഡെഫിഷ്യൻസി എന്താണോ നമ്മൾ സിനാരിയോയ്ക്കകത്ത് കണ്ടത് ആ ഡെഫിഷ്യൻസി എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമതായിട്ട് ആ ഡെഫിഷ്യൻസി എങ്ങനെയാണ് ഒരു ഡെഫിഷ്യൻസി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണം. മൂന്നാമതായിട്ട് ആ ഡെഫിഷ്യൻസി നമ്മുടെ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്റ്റ് എന്താണോ
ആ ഇമ്പാക്ട് ഓൺ എൻറ്റിറ്റി എന്താന്നുള്ള കാര്യം പറയണം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് വരുന്ന ഇമ്പാക്ട് അല്ല, നമ്മുടെ കമ്പനിയിൽ വരുന്ന ഇമ്പാക്ട് എന്താന്നുള്ളത് പറയണം. ഇനി ഒരു സിനാരിയോക്കകത്ത് നിന്ന് എങ്ങനെയാണ് ഒരു ഡെഫിഷ്യൻസി പിക്ക് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ആ സിനാരിയോക്കകത്ത് നോക്കി കഴിയുമ്പോഴത്തേനും നമ്മൾ ഏത് സിസ്റ്റം ആണ് എക്സാമിന് ചോദിക്കുന്നത് എന്നുള്ള കാര്യം നോക്കുക. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ടാവും സെയിൽസ് സിസ്റ്റമായിട്ട് ബേസ് ചെയ്ത്, പേറോൾ ആൻഡ് ബാങ്കുമായിട്ട് ബേസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും 8 ഡെഫിഷ്യൻസീസ് ഇൻ റിലേഷൻ ടു ദ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ നമ്മുടെ അടുത്ത് ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് നോൺ കറന്റ് അസറ്റ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, അതേപോലെ തന്നെ പർച്ചേസ് ആൻഡ് ഇൻവെന്ററി ഉണ്ടെന്ന്. ഇതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ എടുത്തു, കാഷ്വൽ കൊറിയർ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ എടുത്തു. അവിടെ നമ്മളോട് അവർ പേറോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡെഫിഷ്യൻസീസും സ്ട്രെങ്ത്തും ഒക്കെയാണ് ചോദിച്ചേക്കുന്നത്. സോ ഇങ്ങനെ ഓരോ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ ആദ്യമേ ആലോചിച്ച് നോക്കുക, ആ സിസ്റ്റത്തിന്റെ അകത്ത് നിങ്ങൾ എന്തൊക്കെ കൺട്രോൾസ് ആണ് വേണമെന്ന് പഠിച്ചത്. നിങ്ങൾ എന്താണോ വേണമെന്ന് പഠിച്ച് അതില്ല എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഡെഫിഷ്യൻസി എന്ന് വിളിക്കുന്നുണ്ടാവുക. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മളൊരു പോയിന്റ് കാണുകയാണ്, അലൻ എന്ന് പറയുന്ന സ്റ്റാഫ് തന്നെയാണ് ഓർഡർ എടുക്കുന്നത്, ഓർഡർ റെക്കോർഡ് ചെയ്യുന്നത്, പേയ്മെന്റ് റിസീവ് ചെയ്യുന്നത്. നമ്മൾ സിസ്റ്റത്തിന്റെ അകത്ത് പഠിച്ചതായിരുന്നു, ആരാണോ ഓർഡർ എടുക്കുന്നത് അവർ തന്നെ സെയിൽസ് റെക്കോർഡ് ചെയ്യാൻ പാടില്ല, അവർ തന്നെ പേയ്മെന്റ് റിസീവ് ചെയ്യാൻ പാടില്ല എന്ന്. ആൻഡ് ഈ ഒരു സിസ്റ്റത്തിനെ നമ്മൾ എന്തായിരുന്നു വിളിക്കുക, സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ് എന്നാണ് വിളിക്കുക. ശരിയല്ലേ? ആൻഡ് നമ്മൾ പഠിച്ചതായിരുന്നു എന്തിനു വേണ്ടിയിട്ട് സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ് വേണമെന്ന് പറഞ്ഞു, നമ്മൾ ഫ്രോഡിലന്റ് ട്രാൻസാക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശരിയല്ലേ? അപ്പൊ നമ്മൾ അങ്ങനെ സിസ്റ്റമായിട്ട് തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റിന്റെ അകത്ത് ഈ പോയിന്റിന് നേരെ ഓപ്പോസിറ്റ് പോയിന്റ് ഉണ്ടാവും. അതാണ് നമ്മൾ ഡെഫിഷ്യൻസി ആയിട്ട് പറയുന്നത്. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ അലൻ തന്നെയാണ് ഓർഡർ എടുക്കുകയും സെയിൽ റെക്കോർഡ് ചെയ്യുകയും പേയ്മെന്റ് റിസീവ് ചെയ്യുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ എന്ത് പറയണം, therefore there is lack of segregation of duty, the possibilities of having fraudulent transactions will be high. നമുക്ക് അവിടെ അൺവാണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ചിലപ്പോൾ ഉണ്ടാവാം. അതായിരിക്കും നമ്മൾ ഡെഫിഷ്യൻസി ആയിട്ട് പറയുന്നുണ്ടാവുക. ഇനി സെയിം as that നമ്മൾ പറഞ്ഞു, ഓരോ കസ്റ്റമേഴ്സിനും കൊടുക്കുന്ന ക്രെഡിറ്റ് ഒരു സീനിയർ പേഴ്സൺ വേണം ഓതറൈസ് ചെയ്യാൻ. നമ്മൾ അതിന്റെ പർപ്പസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനു വേണ്ടിയിട്ട് ഒരു സീനിയർ പേഴ്സൺ ഒരു ക്രെഡിറ്റ് ഓതറൈസ് ചെയ്യുന്നതെന്ന് പറയേണ്ടത്. അല്ലെ നമ്മൾ രണ്ട് പോസിബിലിറ്റി പറഞ്ഞു, പ്രോപ്പർ നോളജ് ഇല്ലാത്ത ആളാണ് ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈതർ ഹയർ ലിമിറ്റ് ആയിരിക്കും സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലോവർ ലിമിറ്റ് ആയിരിക്കും സെറ്റ് ചെയ്യുക. ഹയർ ലിമിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു, ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്സിനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. എല്ലാവരും ഇത് പറഞ്ഞേ, ലോവർ ലിമിറ്റ് സെറ്റ് ചെയ്യുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ് നമ്മൾ പറഞ്ഞേ, ലോസ് ഓഫ് റവന്യൂ ഉണ്ടാവും. ശരിയല്ലേ? ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തായിരിക്കും പറയുന്നുണ്ടാവുക, മിസ്റ്റർ അലൻ ഈസ് എ ക്ലർക്ക് ആൻഡ് ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫിക്സിംഗ് ദ ക്രെഡിറ്റ് ലിമിറ്റ് ഫോർ ദ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു പോയിന്റ് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനെ എന്തായിട്ട് പിക്ക് ചെയ്യാം, ഡെഫിഷ്യൻസി ആയിട്ട് പിക്ക് ചെയ്യാം. കാരണം എന്താ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ക്രെഡിറ്റ് ടേംസ് ഒരു സീനിയർ സ്റ്റാഫ് വേണം ഓതറൈസ് ചെയ്യാനെന്ന്. ക്ലർക്കാണ് ഓതറൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്തിനാണോ ഇത് പഠിച്ചത് അതെല്ലാം നെഗറ്റീവ് ആവും. അപ്പൊ നമ്മൾ എന്തായിരിക്കും പറയാ, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് ലിമിറ്റ് ആയിരിക്കും ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. ഈതർ ഹയർ ലിമിറ്റ് ഫിക്സ് ചെയ്യും അല്ലെങ്കിൽ ലോവർ ലിമിറ്റ് ഫിക്സ് ചെയ്യും. ദർ വിൽ ബി പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് ലോസ് ഓഫ് റവന്യൂ ഫോർ ദ കമ്പനി, ഓ ദ കമ്പനി വിൽ ബി ഹാവിംഗ് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. ഇതായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ? ഓക്കെ. അപ്പൊ ഇങ്ങനെ നമ്മൾ സിനാരിയോക്കകത്ത് എന്ത് ചെയ്യാനായിട്ട് നോക്കുക, ഓരോരോ ഡെഫിഷ്യൻസീസും പിക്ക് ചെയ്യാനായിട്ട് നോക്കുക. ഇനി നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന ഓരോ ഡെഫിഷ്യൻസീസിന്റെയും എക്സ്പ്ലനേഷൻ, അതായത് നമ്മൾ കൺട്രോൾ ആക്ടിവിറ്റീസ് പഠിച്ചതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയായിരിക്കും നമ്മൾ ഇവിടെയും എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ടാവുക. ആ ഡെഫിഷ്യൻസി ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്, ആൻഡ് ഫൈനലി അത് കാരണം കൊണ്ട് എന്താണ് നമ്മുടെ കമ്പനിയിൽ വരാൻ പോകുന്ന ഇമ്പാക്ട് അതെന്താന്നുള്ളതും പറയണം. ഇപ്പൊ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് എടുക്കാം. നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, സെയിൽസ് ഓർഡേഴ്സ് ആർ നോട്ട് സീക്വൻഷ്യലി നമ്പേർഡ്. കമ്പനിയുടെ സെയിൽസ് ഓർഡേഴ്സ് എന്തല്ല, സീക്വൻഷ്യലി നമ്പേർഡ് അല്ല. സെയിൽസ് ഓർഡേഴ്സ് സീക്വൻഷ്യലി നമ്പർ അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക, എന്തായിരുന്നു മക്കളെ സംഭവിക്കുക? സെയിൽസ് ഓർഡേഴ്സ് സീക്വൻഷ്യലി നമ്പേർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെയിൽസ് ഓർഡർ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രേസ് ചെയ്യാനായിട്ട് പറ്റാണ്ട് വരും. സെയിൽസ് ഓർഡേഴ്സ് മിസ്സായത് ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, കസ്റ്റമേഴ്സിന് ഓൺ ടൈം എന്ത് പോകത്തില്ല, പ്രൊഡക്ട്സ് പോകത്തില്ല, കസ്റ്റമേഴ്സ് ഡിസാറ്റിസ്ഫൈഡ് ആവും, അതുപോലെ തന്നെ കമ്പനിക്ക് എന്തുണ്ടാവും, ലോസ് ഓഫ് റവന്യൂ ഉണ്ടാവും. യെസ്. അപ്പൊ ഇതാണ് നമ്മൾ ഡെഫിഷ്യൻസി ആയിട്ട് പറയുന്നത്. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്
സെയിൽസ് ഓർഡേഴ്സ് സീക്വൻഷ്യലി നമ്പേർഡ് ആയിരിക്കണം. അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഓർഡർ സീക്വൻഷ്യലി നമ്പേർഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു നമ്പേർഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന പർപ്പസ് അതിന് നേരെ ഓപ്പോസിറ്റ് നമ്മൾ എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ ആൻസർ ആയിട്ട് എന്തായിരിക്കും എഴുതുക? സിനാരിയോക്ക് സെയിം പോയിന്റ് പിക്ക് ചെയ്യുക. സെയിൽസ് ഓർഡേഴ്സ് ഓഫ് അലൻ കമ്പനി ആർ നോട്ട് സീക്വൻഷ്യലി നമ്പേർഡ്. Therefore, if any of the sales orders have gone missing, Allen Company will not be able to trace that on time, and the customers will not be receiving proper products within the expected time, leading to customer dissatisfaction, and there will be loss of revenue for the company. ഇതായിരിക്കും നമ്മുടെ ഹോൾ ആൻസർ ആയിട്ട് എഴുതുക. അപ്പോൾ നമ്മൾ ആ ഡെഫിഷ്യൻസി ഐഡന്റിഫൈ ചെയ്തു, അത് എക്സ്പ്ലെയിൻ ചെയ്തു, അത് കാരണം എന്ത് ഇമ്പാക്റ്റ് ആണ് നമ്മുടെ കമ്പനി വരുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഇതായിരിക്കും നമ്മൾ ഡെഫിഷ്യൻസി ആയിട്ട് കാണിക്കുന്നുണ്ടാവുക. ഇനി നമ്മൾ പറഞ്ഞു റെക്കമെൻഡേഷൻ എന്ന് പറയുമ്പോൾ ഓഡിറ്ററായി നിങ്ങൾ കമ്പനിക്ക് കൊടുക്കുന്ന റെക്കമെൻഡേഷൻ ആണ്. ആ ഡെഫിഷ്യൻസി നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ഡെഫിഷ്യൻസി എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ കമ്പനിക്ക് പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റെക്കമെൻഡേഷൻ എന്ന് വിളിക്കുക. അപ്പൊ റെക്കമെൻഡേഷൻ അവിടെ എന്തായിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടത്? വാട്ട് നീഡ്സ് ടു ബി ആക്ച്വലി ഡൺ, എന്താണോ ശരിക്കും ചെയ്യേണ്ടത് അതായിരിക്കും നമ്മുടെ റെക്കമെൻഡേഷൻ എന്ന് പറയാം. അപ്പൊ നമുക്കറിയാം ഇവിടെ നമ്മളോട് പറഞ്ഞ സെയിൽസ് ഓർഡേഴ്സ് ആർ നോട്ട് സീക്വൻഷ്യലി നമ്പേർഡ് എന്നാണ്. അപ്പൊ എന്താണോ വേണ്ടത് അത് വേണം എന്ന് തന്നെ പറഞ്ഞാൽ മതി. സെയിൽസ് ഓർഡേഴ്സ് സീക്വൻഷ്യലി നമ്പേർഡ് അല്ല എന്ന് ഡെഫിഷ്യൻസി പറയുമ്പോൾ നമുക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് എന്തായിരിക്കണം? Sequentially numbered and sequence checks should perform sequence. breakage എന്തെങ്കിലും ഉണ്ടോന്ന് checks should be performed. നമുക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് എല്ലാ സെയിൽസ് ഓർഡേഴ്സും സീക്വൻഷ്യലി നമ്പേർഡ് ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ സീക്വൻസ് ചെക്ക് ചെയ്യണം, സീക്വൻസിന്റെ ഇടയിൽ എവിടെയെങ്കിലും ബ്രേക്കേജ് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ. ശരിയല്ലേ? അപ്പൊ നമ്മൾ അത് തന്നെ ആയിരിക്കും കൊടുക്കുക. ഓൾ ദ സെയിൽസ് ഓർഡേഴ്സ് should be sequentially numbered. Perform sequence check on regular basis. And sequence check should be performed. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? To ensure sequence breaking. To ensure അല്ല, to identify sequence breakings. Okay. To identify sequence breakage. അല്ലെങ്കിൽ to ensure there are no sequence breakage എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഇതായിരിക്കും നമ്മൾ കൊടുക്കുന്ന റെക്കമെൻഡേഷൻ എന്ന് പറയാം. ഇനി ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം അവിടെ വേണ്ടത്? ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡെഫിഷ്യൻസി ഐഡന്റിഫൈ ചെയ്തു, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, ആൻഡ് അതിൻ്റെ ഇമ്പാക്റ്റ് എഴുതി. അതിനുശേഷം ആസ് എൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് ആ ഡെഫിഷ്യൻസി ഓവർകം ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഇനി റെക്കമെൻഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യുക നമ്മൾ എന്താണോ റെക്കമെൻഡേഷൻ ആയിട്ട് കൊടുത്ത് അത് കമ്പനിയിൽ മാനേജ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയണം ഇവർ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്ന കൺട്രോൾസ് പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പൊ ഇവർ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്ന കൺട്രോൾസ് പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എന്ന് വിളിക്കുന്നുണ്ടാവുക. അപ്പൊ നോർമലി ടെസ്റ്റ് ഓഫ് കൺട്രോൾ ആയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പറയേണ്ടത് ആസ് എൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ഇവരോട് വേണം എന്ന് പറഞ്ഞ കൺട്രോൾ എന്താണോ അതവർ വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ എന്താണ് പ്രൊസീജിയർ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിച്ച് നോക്കുക. പ്ലസ് നമുക്കവിടെ വേണ്ട ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ എന്താണോ ഈ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ അതെന്താന്നുള്ളത് പറയണം. പ്ലസ് നിങ്ങൾ എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണോ ഈ ടെസ്റ്റ് ഓഫ് കൺട്രോൾ പെർഫോം ചെയ്യുന്ന പർപ്പസ് എന്താണെന്നുള്ളതും പറയണം. അപ്പൊ ക്ലിയർലി ആസ് എൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവണം. നമുക്ക് വേണ്ടുന്ന ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ എന്താണോ അത് പറഞ്ഞിട്ടുണ്ടാവണം. എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുന്നത് അതും നിങ്ങൾ ക്ലിയർലി മെൻഷൻ ചെയ്യണം. അപ്പൊ പ്രൊസീജിയർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് ഡേയും പറഞ്ഞതായിരുന്നു നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുള്ള ഏത് പ്രൊസീജിയർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നിങ്ങൾക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള എൻക്വയറി, ഇൻസ്പെക്ഷൻ, ഒബ്സർവേഷൻ, റീകാൽക്കുലേഷൻ ഇങ്ങനെയുള്ള ഏത് പോയിന്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ മേ ബി ഈ പറയുന്ന പോയിന്റ്സ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് വേണേൽ കൺസിഡർ ചെയ്യാം. സോ agree, analyze, ascertain, assess, compare, consider, enquire, ensure, examine, inspect, monitor, observe, obtain, recalculate, reconcile, reperform, review, scrutinize, verify, vouch ഇങ്ങനെയുള്ള ഏത് ടേം വേണേലും യൂസ് ചെയ്യാം. പക്ഷെ യൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നോക്കുക നമ്മുടെ പേർപ്പസ് മീറ്റ് ചെയ്യുമെന്ന്. കമ്പനി ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എൻക്വയർ എന്നുള്ള ടേം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്കസ് എന്നുള്ള ടേം യൂസ് ചെയ്യാം.
സെയിം as that നിങ്ങൾക്ക് ഒരു കാര്യം മറ്റൊരു കാര്യമായിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പയർ എന്നുള്ള ടേം തന്നെ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് റീകൺസൈൽ എന്നുള്ള ടേം യൂസ് ചെയ്യാം. രണ്ട് ഡോക്യുമെന്റ്സ് തമ്മിൽ ക്രോസ് ചെക്ക് ചെയ്യണമെങ്കിൽ. കാൽക്കുലേഷൻസ് എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് റീകാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ റീപെർഫോം ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇൻവെന്ററി കൗണ്ട് നടക്കുകയാണ്, അത് പ്രോപ്പർലി ആണ് നടക്കുന്നതെന്ന് അറിയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒബ്സർവ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാൻ പറയാം. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് ചെക്ക് ചെയ്യണം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്പെക്ട് പറയാം, എക്സാമിൻ പറയാം, വേരിഫൈ പറയാം, റിവ്യൂ പറയാം, വൗച്ച് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ നിങ്ങൾ മാറ്റി മാറ്റി യൂസ് ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മുടെ ഈ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി ഈ പ്രൊസീജിയറിന് പുറമെ നമ്മൾ എന്ത് എഴുതണം, നമുക്ക് എന്താണ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ വേണ്ടത്, ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണ് വേണ്ടതെന്നുള്ളത് പറയാം. ആൻഡ് വിച്ച് ഈസ് വെരി സിമ്പിൾ ആക്ച്വലി. നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഡോക്യുമെന്റിനെ കുറിച്ചാണോ നിങ്ങൾ റെക്കമെൻഡേഷനകത്ത് സംസാരിക്കുന്നത് അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ടെസ്റ്റ് ഓഫ് കൺട്രോളിനകത്ത് എഴുതേണ്ടിയ ഡോക്യുമെന്റ്. അല്ലെങ്കിൽ ഏത് ഇൻഫർമേഷനെ കുറിച്ചാണോ നിങ്ങൾ ക്വസ്റ്റിനകത്ത് സംസാരിക്കുന്നത്, റെക്കമെൻഡേഷനകത്ത് സംസാരിക്കുന്നത്, അതായിരിക്കും നമുക്ക് വേണ്ട ഇൻഫർമേഷൻ എന്ന് പറയാം. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ റെക്കമെൻഡേഷൻ എന്തായിരുന്നു, എല്ലാ സെയിൽസ് ഓർഡേഴ്സും സീക്വൻഷ്യലി നമ്പേർഡ് ആവണം എന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ നമ്മുടെ അവിടുത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഏതാ, സെയിൽസ് ഓർഡേഴ്സാണ്. അപ്പൊ ഈ സെയിൽസ് ഓർഡർ എന്ന് പറയുന്നത് തന്നെ ആയിരിക്കണം നമ്മൾ ടെസ്റ്റ് ഓഫ് കൺട്രോളിനകത്തും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇനി പർപ്പസ് എന്ന് പറയുന്നത് നോർമലി ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണോ നമ്മൾ റെക്കമെൻഡേഷൻ ആയിട്ട് കൊടുത്ത് അത് കൺഫേം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പേർപ്പസ്. നമ്മൾ പറഞ്ഞു സെയിൽസ് ഓർഡേഴ്സ് എല്ലാം സീക്വൻഷ്യലി നമ്പേർഡ് ആയിരിക്കണം. അപ്പൊ നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, സീക്വൻഷ്യലി നമ്പേർഡ് ആണോ എന്നറിയുക എന്നുള്ളതാണ് നമ്മുടെ പേർപ്പസ്. അപ്പം എന്തിനെ കുറിച്ചിട്ടാണോ നിങ്ങൾ റെക്കമെൻഡേഷനകത്ത് വേണമെന്ന് പറയുന്നത് അത് ശരിക്കും കമ്പനി ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് നമ്മുടെ പേർപ്പസ്. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ ആൻസർ എഴുതുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ക്ലയന്റിന്റെ അടുത്ത് പറഞ്ഞു അവരുടെ എല്ലാ സെയിൽസ് ഓർഡേഴ്സും സീക്വൻഷ്യലി നമ്പേർഡ് ആയിരിക്കണം. അപ്പൊ നമുക്കിപ്പോൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾ ചെയ്ത് അറിയേണ്ടത് എന്താ, ഇവരുടെ എല്ലാ സെയിൽസ് ഓർഡേഴ്സും സീക്വൻഷ്യലി നമ്പേർഡ് ആണോ എന്നാണ് കൺഫേം ചെയ്യേണ്ടത്. അതെങ്ങനെയായിരിക്കും മക്കളെ അറിയാൻ പറ്റുക, ഇവിടെ ഏതാ ഡോക്യുമെന്റ് അതിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെയിൽസ് ഓർഡേഴ്സ് തന്നെയാണ്. അപ്പൊ സെയിൽസ് ഓർഡർ സീക്വൻഷ്യലി നമ്പേർഡ് ആണോ എന്ന് കൺഫേം ചെയ്യാൻ നമ്മൾ സെയിൽസ് ഓർഡർ എടുത്തു. എന്നിട്ട് എന്താ ചെയ്യണ്ടേ, എന്ത് ചെയ്താലും നമുക്ക് അറിയാൻ പറ്റുക, റിവ്യൂ ചെയ്യണം. റിവ്യൂ ചെയ്താൽ മതി. നമുക്ക് ആ സെയിൽസ് ഓർഡർ എടുത്ത് നോക്കിയാൽ പോരെ, അപ്പൊ നമുക്ക് അറിയാൻ പറ്റൂലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം, കുറെ ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ എപ്പോഴും സാമ്പിൾ എന്നുള്ള ടേം യൂസ് ചെയ്യാം. കുറച്ച് ഡോക്യുമെന്റ് മാത്രമേ ഉണ്ടെങ്കിൽ കോപ്പി എന്ന് യൂസ് ചെയ്താൽ മതി. ഇപ്പൊ നമുക്കറിയാം ബാങ്ക് റീകൺസിലേഷൻ ഒക്കെ കുറച്ച് ഡോക്യുമെന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, കോപ്പി ഓഫ് ബാങ്ക് റീകൺസിലേഷൻ എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ സെയിൽസ് ഓർഡേഴ്സ് ഒക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സാമ്പിൾ ഓഫ് സെയിൽസ് ഓർഡേഴ്സ് എന്ന് പറയാം. നമുക്കപ്പോൾ ഇവിടെ എന്തായിരിക്കും പറയാൻ പറ്റുക, റിവ്യൂ എ സാമ്പിൾ ഓഫ് സെയിൽസ് ഓർഡേഴ്സ് in order to confirm whether they are sequentially numbered. Clear ayo? Review a sample of sales orders in order to confirm whether they are sequentially numbered. ഇനി മറ്റൊരു എക്സാമ്പിൾ ചോദിക്കാം. നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കാണ് നമ്മുടെ പർച്ചേസ് ഓർഡേഴ്സ് ഓതറൈസ്ഡ് അല്ലാന്ന്. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദി പർച്ചേസ് ഓർഡേഴ്സ് ആർ നോട്ട് ഓതറൈസ്ഡ്? എന്തായിരിക്കും സംഭവിക്കുക, പർച്ചേസ് ഓർഡേഴ്സ് ഓതറൈസ്ഡ് അല്ല എന്താ മക്കളെ സംഭവിക്കുക, പർച്ചേസ് ഓർഡർ ഓതറൈസ്ഡ് അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള പർച്ചേസസ് ഉണ്ടാവും. അത് ഏതൊക്കെ രീതിയിലായിരിക്കും നമ്മൾ പറഞ്ഞത്, For the personal use. ഒന്നെങ്കിൽ എംപ്ലോയീസ് അവരുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യും, അല്ലെങ്കിലോ നോൺ ബിസിനസ് റിലേറ്റഡ് പർച്ചേസ്. അൺവാണ്ടഡ് ആയിട്ടുള്ള പർച്ചേസസ് നടത്തും, എക്സസ് പർച്ചേസസ് നടത്തും. അപ്പൊ എന്ത് സംഭവിക്കും, ഇമ്പാക്ട് എന്തായിരുന്നു, അൺവാണ്ടഡ് ക്യാഷ് ഔട്ട് ഫ്ലോ. ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ അൺവാണ്ടഡ് ക്യാഷ് ഔട്ട് ഫ്ലോസ് ഉണ്ടാവും. സോ ദിസ് വിൽ ബി ദി ഡെഫിഷ്യൻസി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഐഡന്റിഫിക്കേഷൻ പാർട്ട് ക്വസ്റ്റ്യൻ്റെ അകത്ത് നിന്ന് എഴുതുക. പർച്ചേസ് ഓർഡേഴ്സ് ഓഫ് അലൻ കമ്പനി ആർ നോട്ട് ഓതറൈസ്ഡ് ബൈ എനി സീനിയർ ഒഫീഷ്യൽ. എക്സ്പ്ലെയിൻ ചെയ്യുക. Therefore, there can be chances that employees might place purchase orders for their own personal use, or unwanted orders might be placed, leading to fraudulent transaction and unnecessary cash outflow for the company. So നമ്മൾ എന്ത് ചെയ്തു, ഡെഫിഷ്യൻസി പറഞ്ഞു, അത് എക്സ്പ്ലെയിൻ ചെയ്തു, ഇമ്പാക്ട് ഓൺ എൻറ്റിറ്റി എഴുതി. ഇനി റെക്കമെൻഡേഷൻ കൊടുക്കുക. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക എന്തായിരുന്നു ഡെഫിഷ്യൻസി. എന്താ ഡെഫിഷ്യൻസി, പർച്ചേസ് ഓർഡേഴ്സ് അല്ല, ഓതറൈസ്ഡ് അല്ല. അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കും, all the purchase orders senior ആയിട്ടുള്ള ആള് authorized by a senior member. ഒരു സീനിയർ ആയിട്ടുള്ള ആള് എല്ലാ പർച്ചേസ് ഓർഡേഴ്സും എന്ത് ചെയ്യണം, ഓതറൈസ് ചെയ്യണം. അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ അത് കൺക്ലൂഡ് ചെയ്യണം. എന്താ ആഡ് ഓൺ ചെയ്യേണ്ടത്, എവിഡൻസ് ഓഫ് സിഗ്നേച്ചർ.
ഏതെങ്കിലും അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പർച്ചേസ് ഓർഡേഴ്സ് എന്ത് ചെയ്യാൻ പാടില്ല, പ്രോസസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പർച്ചേസ് ഓർഡേഴ്സ് ഓതറൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പറയാം, സൈൻ ചെയ്യണം എന്ന് പറയാം. ശരിയല്ലേ? ഓക്കെ, അപ്പൊ നമുക്കത് കമ്പൈൻ ചെയ്ത് പറഞ്ഞാൽ മതി. റെക്കമെൻഡേഷൻ എന്തായിരിക്കും? ഓൾ ദി പർച്ചേസ് ഓർഡേഴ്സ് ഓഫ് അലൻ കമ്പനി ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ സിഗ്നേച്ചർ ഓഫ് എ സീനിയർ പേഴ്സൺ ആൻഡ് എനി അൺഓതറൈസ്ഡ് ഓർഡർ ഷുഡ് നോട്ട് ബി പ്രോസസ്ഡ്. ക്ലിയർ ആയോ? Yes. Yes. ഓക്കെ, അപ്പൊ കമ്പൈൻ ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ. ഓൾ പർച്ചേസ് ഓർഡർ ഓഫ് അലൻ കമ്പനി ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ സിഗ്നേച്ചർ ഓഫ് എ സീനിയർ പേഴ്സൺ ആൻഡ് എനി അൺഓതറൈസ്ഡ് ഓർഡർ ഷുഡ് നോട്ട് ബി പ്രോസസ് ഫർദർ. അതെങ്ങനെയൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക? ഇവിടുത്തെ നമ്മുടെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? Review a sample of purchase Purchase order. order. ഓക്കെ, റിവ്യൂ എ സാമ്പിൾ ഓഫ് പർച്ചേസ് ഓർഡർ. നമ്മുടെ റിവ്യൂ എന്നുള്ളതായിരിക്കും പ്രൊസീജിയർ. അപ്പം എല്ലായിടത്തും റിവ്യൂ എന്ന് തന്നെ പറയണോ? വേണ്ട, ആ ടേം മാറ്റി യൂസ് ചെയ്യുക. പകരം നമുക്ക് ഏതായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുക? ഇൻസ്പെക്ട് പറഞ്ഞവിടെ. അപ്പൊ ഇൻസ്പെക്ട് എ സാമ്പിൾ ഓഫ് പർച്ചേസ് ഓർഡർ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? To verify all the purchase orders Senior are official authorized by signature senior ഉണ്ടെന്ന് official. കൺഫേം ചെയ്യാനായിട്ട്. സീനിയർ ഒഫീഷ്യലിന് സിഗ്നേച്ചർ ഉണ്ടോ, എല്ലാ പർച്ചേസ് ഓർഡേഴ്സും ഓതറൈസ്ഡ് ആണോ എന്ന് കൺഫേം ചെയ്യാൻ. അപ്പൊ നമ്മൾ അവിടെ എങ്ങനെയായിരിക്കും എഴുതുക? ഇൻസ്പെക്ട് എ സാമ്പിൾ ഓഫ് പർച്ചേസ് ഓർഡേഴ്സ് in order to confirm whether they are being authorized by the signature of a senior person. Clear ആയോ? Yes, sir. ഓക്കെ, അപ്പോൾ പ്രോപ്പർലി ഡെഫിഷ്യൻസി റെക്കമെൻഡേഷൻ ടെസ്റ്റ് ഓഫ് കൺട്രോൾ എഴുതണം. വീണ്ടും നിങ്ങളുടെ ആൻസേഴ്സ് പലപ്പോഴും റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ആണ്, പർപ്പസ് പലപ്പോഴും എഴുതാൻ കുട്ടികൾ വിട്ടുപോകുന്നു. പക്ഷെ പേർപ്പസ് എഴുതാനായിട്ട് എളുപ്പമാണ്. എപ്പോഴും പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ റെക്കമെൻഡ് ചെയ്തേക്കുന്നത് അത് തന്നെയായിരിക്കും പേർപ്പസ് എന്ന് പറയുക. അപ്പോൾ എപ്പോഴും എഴുതുന്ന സമയത്ത് പ്രോപ്പർലി പ്രൊസീജിയർ ഉണ്ടാവണം, നമുക്ക് വേണ്ട ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണോ അത് ഉണ്ടാവണം, ആൻഡ് പേർപ്പസും ഉണ്ടാവണം. അപ്പോൾ ഇത് മൂന്നും ക്ലിയർലി ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ഓൾറൈറ്റ്. ഇനി once you are done with this part, half of the area is covered. ശരിയല്ലേ? കാരണം majority of കേസസിനും നമ്മുടെ അടുത്ത് ചോദിക്കാറുള്ള എന്തായിരിക്കും? ഡെഫിഷ്യൻസി, റെക്കമെൻഡേഷൻ ആൻഡ് ടെസ്റ്റ് ഓഫ് കൺട്രോൾ ആയിരിക്കും. സോ ഡെഫിഷ്യൻസി, റെക്കമെൻഡേഷൻ ആൻഡ് ടെസ്റ്റ് ഓഫ് കൺട്രോളിന് ഈ മൂന്ന് കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആൻസറിംഗ് പാർട്ട് കംപ്ലീറ്റ് ആവും. ബട്ട് നമ്മുടെ അടുത്ത് എക്സാമിനർ ഇപ്പോഴത്തെ പുതിയ പാറ്റേൺ ഓഫ് എക്സാം വെച്ചിട്ട് ഈ ഡെഫിഷ്യൻസി, റെക്കമെൻഡേഷൻ, ടെസ്റ്റ് ഓഫ് കൺട്രോൾ മാത്രമാണോ ചോദിക്കാറുള്ളത്? അല്ല. ഇൻ അഡീഷൻ ടു ദാറ്റ് നമ്മുടെ അടുത്ത് എന്തും ചോദിക്കാറുണ്ട്? ലേറ്റസ്റ്റ് പാറ്റേണിൽ ദേ വിൽ ബി ആസ്കിങ് അസ് ഫോർ ഡയറക്റ്റ് കൺട്രോൾസ് ആൻഡ് ദെയർ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ്. ഡയറക്റ്റ് കൺട്രോൾസും ചോദിക്കുന്നുണ്ടാവും, ആ ഡയറക്റ്റ് കൺട്രോൾസിന്റെ തന്നെ ടെസ്റ്റ് ഓഫ് കൺട്രോൾസും ചോദിക്കുന്നുണ്ടാവും. സോ നമ്മൾ ഈ ഡെഫിഷ്യൻസിയും ഡയറക്റ്റ് കൺട്രോളും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ഡെഫിഷ്യൻസിയും അതേപോലെ തന്നെ ഡയറക്റ്റ് കൺട്രോളും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്തായിരുന്നു? Direct control impact on FS. ഡയറക്റ്റ് കൺട്രോൾ ഇമ്പാക്ട് ഓൺ FS ആണ് കാണിക്കുന്നത്. അതിനേക്കാളും മേലെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, എന്തായിരുന്നു അത്? ഡെഫിഷ്യൻസിക്കകത്ത് നമ്മൾ പറയുന്നത് എന്തിനെ കുറിച്ചാ? ഒരു കൺട്രോളിൻ്റെ അകത്തുള്ള വീക്ക്നെസ്സിനെ കുറിച്ചിട്ടാണ്. ഡയറക്റ്റ് കൺട്രോളിൻ്റെ അകത്ത് നമ്മൾ സംസാരിക്കുന്നുണ്ടാവുക എന്തിനെ കുറിച്ചിട്ടായിരിക്കും? കൺട്രോളിൻ്റെ അകത്തുള്ള സ്ട്രെങ്തിനെ കുറിച്ചിട്ടാണ്. സോ ദാറ്റ്സ് എ മേജർ ഡിഫറൻസ്. അപ്പൊ ഡയറക്റ്റ് കൺട്രോളിൻ്റെ അകത്ത് നമ്മൾ സ്ട്രെങ്തിനെ കുറിച്ച് മാത്രമേ സംസാരിക്കത്തുള്ളൂ. അതേപോലെ തന്നെ ഡെഫിഷ്യൻസിക്കകത്ത് നമ്മൾ വീക്ക്നെസ്സിനെ കുറിച്ച് മാത്രമേ സംസാരിക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ നമ്മളൊരു നെഗറ്റീവ് സൈഡ് ആയിരിക്കും നോക്കുന്നുണ്ടാവുക, ഇവിടെ പോസിറ്റീവ് സൈഡാണ് നമ്മൾ നോക്കുക. സോ ഡയറക്റ്റ് കൺട്രോൾ എന്ന് പറയുന്ന ടേമിന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരു കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ FSന്റെ അകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ള മിസ്റ്റേക്കിനെ പ്രിവെന്റ് ചെയ്യാനും ഡിറ്റക്ട് ചെയ്യാനും കറക്റ്റ് ചെയ്യാനും ആ കൺട്രോൾസിന് പറ്റും. അപ്പം അതാണ് നിങ്ങളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. സോ നിങ്ങൾ സിനാരിയോക്കകത്ത് നിന്ന് അപ്പം എന്ത് ചെയ്യുക? നമുക്ക് സിനാരിയോ കാണിച്ചു തരുന്ന ഡയറക്റ്റ് കൺട്രോൾ എന്താണോ അത് ആദ്യമേ പിക്ക് ചെയ്യുക, അത് ഐഡന്റിഫൈ ചെയ്യണം. രണ്ടാമതായിട്ട് നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യണം. അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്താ? ആ കൺട്രോളിൻ്റെ അകത്തുള്ള സ്ട്രെങ്ത് എന്താണോ ആ സ്ട്രെങ്ത് എന്താണെന്ന് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. ആൻഡ് മൂന്നാമതായിട്ട് നമ്മൾ പറയേണ്ടത് ഇമ്പാക്റ്റ് ആണ്. അത് ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്റ്റ് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണോ, അതായത് നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്താണോ ആ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ എൻറ്റിറ്റി എന്താണെന്ന് വേണം പറയാനായിട്ട്. അതായത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്വസ്റ്റിൻ്റെ അകത്ത് നമ്മളോട് പറഞ്ഞേക്കാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രിപ്പയർഡ് ഓൺ മന്ത്ലി ബേസിസ്. കമ്പനി ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് മന്ത്ലി ബേസിസിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് കൺട്രോൾ ആണോ ഡെഫിഷ്യൻസി ആണോ? ഡയറക്റ്റ് കൺട്രോൾ ആണ്. സോ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്സ് മന്ത്ലി ബേസിസിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന സ്ട്രെങ്ത് എന്തായിരിക്കും?
errors of the time Errors values. and omissions will be Errors identified on ഒക്കെ time. ബാങ്ക് correct time റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്സ് മന്ത്ലി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് തമ്മിലുണ്ടാവുന്ന ഡിഫറൻസസും എറേഴ്സും എന്തൊക്കെയാണോ അത് ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടൈംലി identify ചെയ്യാൻ. ബേസിസിൽ ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് കാരണം കൊണ്ട് FSC വരുന്ന ഇമ്പാക്ട് എന്തായിരിക്കും? നമ്മുടെ ബാങ്ക് ബാലൻസ് അണ്ടർസ്റ്റേറ്റഡ് ആവത്തില്ല, അല്ലെങ്കിൽ എന്താവത്തില്ല, ഓവർ സ്റ്റേറ്റ്. Overstated ആവത്തില്ല. സോ ഇതായിരിക്കും നമ്മൾ ഡയറക്റ്റ് കൺട്രോൾ ആയിട്ട് പറയുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അത് പ്രോപ്പർലി സ്ട്രക്ചർ ചെയ്ത് എഴുതുക? ക്വസ്റ്റ്യൻ അത് പറയാ, Allen Company prepares bank reconciliation statement on monthly basis and are being reviewed by a senior official. Therefore, any errors in the bank balance will be identified on timely basis and will be corrected by the management, and the bank balance will not be understated or overstated. ഇതായിരിക്കും നമ്മുടെ ഡയറക്റ്റ് കൺട്രോൾ. ഇനി ഡയറക്റ്റ് കൺട്രോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ റെക്കമെൻഡേഷൻ ആവശ്യമില്ല. പകരം നമ്മൾ അവിടെ എന്ത് മാത്രമായിരിക്കും എഴുതുന്നുണ്ടാവുക? ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് മാത്രമായിരിക്കും എഴുതുന്നുണ്ടാവുക. അവിടെയും ടെസ്റ്റ് ഓഫ് കൺട്രോൾ എഴുതുമ്പോൾ പാറ്റേണിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല. പ്രൊസീജിയർ എഴുതുക പ്ലസ് നമുക്ക് വേണ്ട ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണോ ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണെന്നുള്ള പറയാ, പ്ലസ് നമ്മൾ എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണോ പ്രൊസീജിയർ പെർഫോം ചെയ്യുന്നത് ആ പേർപ്പസ് എന്താണെന്നുള്ളതും ക്ലിയർലി മെൻഷൻ ചെയ്യണം. സോ നമ്മൾ പ്രൊസീജിയർ പറയുന്നുണ്ടാവും, ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പറയുന്നുണ്ടാവും, പേർപ്പസ് എന്താണോ അതും നമ്മൾ ക്ലിയർലി മെൻഷൻ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെയായിരിക്കും നമ്മൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എഴുതുന്നുണ്ടാവുക. സോ ഇവിടെ സെയിം പാറ്റേണിൽ തന്നെ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എൻക്വയറി ആണോ, ഇൻസ്പെക്ഷൻ ആണോ, ഒബ്സർവേഷൻ ആണോ, ഏതാണെന്നുള്ളത് എഴുതുക. ഡോക്യുമെന്റ് അല്ലെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും നമ്മൾ ഇവിടെ എന്ത് ഡോക്യുമെന്റിനെ കുറിച്ചാണോ ഡയറക്റ്റ് കൺട്രോളിൻ്റെ അത് പറയാം, ആ സെയിം ഡോക്യുമെന്റിനെ കുറിച്ച് തന്നെ ആയിരിക്കും പറയുന്നുണ്ടാവുക. പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ സ്ട്രെങ്ത് ആയിട്ട് ഉണ്ട് എന്ന് പറഞ്ഞ് അത് കൺഫേം ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ പേർപ്പസ് എന്ന് പറയാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഡോക്യുമെന്റ്? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. നമ്മുടെ ഡയറക്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് മന്ത്ലി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കപ്പോ കൺഫേം ചെയ്യേണ്ടത് എന്താ? സ്റ്റേറ്റ്മെന്റ് എടുത്ത് റിവ്യൂ ചെയ്താൽ നമുക്ക് കൺഫേം ചെയ്യേണ്ടത് എന്താ? അത് മന്ത്ലി ബേസിസിൽ പ്രിപ്പയർ basis. ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? മന്ത്ലി ബേസിസിൽ BRs പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടതെന്ന് മനസ്സിലായി. നമുക്ക് ഇവിടെ നോക്കാനുള്ള ഡോക്യുമെന്റ് BRs ആണെന്ന് മനസ്സിലായി. അപ്പൊ സിമ്പിൾ ആയില്ലേ? അപ്പൊ നമുക്ക് അവിടെ പ്രൊസീജിയർ ആയിട്ട് എഴുതാൻ പറ്റുന്നത് എന്തായിരിക്കും? റിവ്യൂ കോപ്പീസ് ഓഫ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇൻ ഓർഡർ ടു കൺഫേം whether they are being prepared on monthly basis and are being reviewed by a senior official. Clear അല്ലേ? ഓക്കെ. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എഴുതുന്നുണ്ടാവുക. സോ ഇത്രയും കാര്യം പ്രോപ്പർലി മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും വിത്ത് റിഗാർഡിംഗ് ദ ഏരിയ ഓഫ് ഇന്റേണൽ കൺട്രോൾസ്. കാരണം ഇത്രയും കാര്യങ്ങളാണ് നോർമലി ഇന്റേണൽ കൺട്രോൾസിന്റെ ക്വസ്റ്റ്യൻ അത് ചോദിക്കുന്നത്. ഫസ്റ്റ് തിങ്. ആൻഡ് എബോവ് ദാറ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോർമൽ കേസിൽ നമ്മുടെ അടുത്ത് ഡെഫിഷ്യൻസി റെക്കമെൻഡേഷൻ മാത്രമായിരുന്നു പണ്ട് കാലങ്ങളിൽ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് വെച്ചിട്ട് ആ പാറ്റേൺ മാറി ഡെഫിഷ്യൻസി റെക്കമെൻഡേഷൻ ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നു. ആൻഡ് ഇവിടുന്ന് കുറച്ചൊരു മേ ബി ഒരു 5-6 അറ്റംപ്റ്റ് മുന്നേ ആണ് ഡയറക്റ്റ് കൺട്രോൾ ആൻഡ് ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഏരിയ കയറി വന്നത്. പണ്ട് സ്ട്രെങ്ത് ഇൻ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഏരിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുതിയ പാറ്റേൺ ഓഫ് എക്സാം വെച്ചിട്ട് ഒരു കൂടുതൽ ചാൻസ് ഉണ്ടാവുക, ഇത് നിങ്ങൾക്ക് ഡെഫിഷ്യൻസി റെക്കമെൻഡേഷൻ ചോദിക്കും, അതിന്റെ കൂട്ടത്തിൽ തന്നെ ഡയറക്റ്റ് കൺട്രോൾ ആൻഡ് ടെസ്റ്റ് ഓഫ് കൺട്രോൾ ചോദിക്കും, അല്ലെങ്കിൽ നേരെ തിരിച്ച് ഇതൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഡയറക്റ്റ് കൺട്രോൾ ആൻഡ് ടെസ്റ്റ് ഓഫ് കൺട്രോൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പൊ either way ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ യു ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ ഓൾ ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ഈ എല്ലാ പാറ്റേൺ ഓഫ് എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ നമ്മുടെ കിറ്റിൽ കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കിറ്റിലെ ക്വസ്റ്റ്യൻസ് എല്ലാവരും റിവൈസ് ചെയ്യണം പ്രോപ്പർലി. ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് ആരെങ്കിലും പ്രാക്ടീസ് ചെയ്ത് നോക്കാത്തുണ്ടെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. കാരണം ഞാൻ ഈ ആൻസേഴ്സ് ചെയ്യിക്കുന്ന സമയത്ത് എത്ര പ്രാവശ്യം വെച്ചിട്ടായിരുന്നു നമ്മൾ ഈ ഓരോ ആൻസേഴ്സ് നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ ചെയ്ത്? 3 times. നമ്മൾ ഈ ക്വസ്റ്റ്യൻസിന്റെ ഓരോ ആൻസേഴ്സും 3 times വെച്ചിട്ടാണ് ചെയ്തത്. അത് നമ്മൾ ബൈ ഹേർട്ട് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചെയ്തത്? അല്ല, മീനിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ റിക്കറിംഗ് ആയിട്ട് വരുന്ന പോയിന്റ്സ് നമുക്ക് ക്വിക്ലി ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ചെയ്തത്. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത സമയത്ത് മെയിൻലി കണ്ടൊരു കാര്യമായിരുന്നു, നമ്മൾ ഏതൊരു പുതിയ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാലും അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദി പോയിന്റ്സ് എന്ത് തന്നെയാണ്? നേരത്തെ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റേഷൻ തന്നെയാണ്. അപ്പം റിപ്പീറ്റേഷൻ പോയിന്റ്സ് വരുമ്പോൾ ഒരിക്കലും ബൈ ഹേർട്ട് ചെയ്ത് എഴുതി വെക്കരുത്. കാരണം വീണ്ടും ആൻസേഴ്സ് നള്ളിഫൈഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിന് പകരം എന്ത് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളേ? എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്? ഓൺ വേർഡ്സിൽ എഴുതുക, മീനിങ് മനസ്സിലാക്കി പ്രോപ്പർലി എഴുതുക. എഴുതുന്ന സമയത്ത് ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അകത്തെ ആൻസേഴ്സിൽ എന്തൊക്കെ വരണം? ഡെഫിഷ്യൻസി ആണെങ്കിൽ കറക്റ്റ് ആയിട്ട്
ഐഡന്റിഫിക്കേഷൻ എഴുതിയിട്ടുണ്ടാവണം, എക്സ്പ്ലനേഷൻ എഴുതിയിട്ടുണ്ടാവണം, ഇമ്പാക്ട് എഴുതിയിട്ടുണ്ടാവണം, റെക്കമെൻഡേഷൻ എഴുതുക, ടെസ്റ്റ് ഓഫ് കൺട്രോളിനകത്ത് പ്രൊസീജിയർ ഉണ്ടാവണം, ഡോക്യുമെന്റൽ ഇൻഫർമേഷൻ ഉണ്ടാവണം, പേർപ്പസ് ഉണ്ടാവണം. ഡയറക്ട് കൺട്രോൾസ് എഴുതുന്ന സമയത്തും പ്രോപ്പർലി നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. സ്ട്രെങ്ത് എന്താണോ വേണ്ടത് അത് എക്സ്പ്ലെയിൻ ചെയ്യുക, ഇമ്പാക്ട് ഓൺ എഫ് എസ് പറയുക. ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എഴുതുന്ന സമയത്താണെങ്കിലും പ്രൊസീജിയർ, ഡോക്യുമെന്റൽ ഇൻഫർമേഷൻ എന്താ വേണ്ടെന്നുള്ള കാര്യം പറയാം, പേർപ്പസ് എന്താണെന്നുള്ളത് ക്ലിയർലി ഡിഫൈൻ ചെയ്യുന്നുണ്ടാവണം. ഓക്കെ, ഓക്കെ അല്ലേ മക്കളെ? ഫൈൻ. Yes, sir. Yes. So now let's start with a question from the same area. So നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് ബേസ്ഡ് ഓൺ ഇന്റേണൽ കൺട്രോൾസ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അവിടെ നമുക്കുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഡെയിലി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. അവിടെ അവർ നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് ഡെഫിഷ്യൻസി, റെക്കമെൻഡേഷൻ ആൻഡ് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് മാത്രമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ പോയിന്റ് ഓഫ് ഡൂയിങ് ദാറ്റ് ക്വസ്റ്റ്യൻ. സോ വിൽ ഡു വൺ തിങ്, വിൽ ഡു ക്വസ്റ്റ്യൻ നമ്പർ 219 വിത്ത് ടേക്ക്. സോ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം they have asked us for 3 direct controls and their test of controls and 5 deficiencies ആണ് അവർ ചോദിച്ചേക്കുന്നത്. ആൻഡ് ഈ ക്വസ്റ്റ്യനിൽ മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഡയറക്ട് കൺട്രോൾസ്, ടെസ്റ്റ് ഓഫ് കൺട്രോൾ, ഡെഫിഷ്യൻസി, റെക്കമെൻഡേഷൻ ചോദിച്ചിട്ടുണ്ടെന്നുള്ളത് മാത്രമല്ല, ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 സിസ്റ്റംസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സെയിൽസ് സിസ്റ്റം തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ പേറോൾ സിസ്റ്റം തന്നിട്ടുണ്ട്, ബാങ്കും തന്നിട്ടുണ്ട്. അങ്ങനെ 3 സിസ്റ്റംസ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷേ ഈ 3 സിസ്റ്റത്തിൽ നിന്നും നമ്മൾ ഡെഫിഷ്യൻസി, റെക്കമെൻഡേഷൻ, ഡയറക്ട് കൺട്രോൾസ് ആൻഡ് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം നോക്കി, നമ്മുടെ അടുത്ത് ഇവിടെ എക്സാമിനർ പറയാണ് ഇൻ റെസ്പെക്ട് ഓഫ് സെയിൽസ് സിസ്റ്റം ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ 3 ഡയറക്ട് കൺട്രോൾസ് ആൻഡ് ടെസ്റ്റ് ഓഫ് കൺട്രോൾ. നമ്മളോട് പറഞ്ഞു ഇവിടെയുള്ള ഈ സെയിൽസ് സിസ്റ്റത്തിനെ ബേസ് ചെയ്ത് 3 ഡയറക്ട് കൺട്രോൾസും അതേപോലെ തന്നെ ടെസ്റ്റ് ഓഫ് കൺട്രോൾസും ചെയ്യാം. ആൻഡ് അതിനുശേഷം 5 ഡെഫിഷ്യൻസീസ് ആൻഡ് റെക്കമെൻഡേഷൻസ് പേറോൾ ആൻഡ് ബാങ്ക് സിസ്റ്റത്തിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞു. സോ ഇവിടുത്തെ പേറോളും ബാങ്ക് സിസ്റ്റത്തിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ ഡയറക്ട് കൺട്രോൾസ് ആൻഡ് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടുന്ന് ഡെഫിഷ്യൻസി ആൻഡ് റെക്കമെൻഡേഷൻസ് മാത്രം പിക്ക് ചെയ്താൽ മതി. മനസ്സിലായോ? ഇസ് എ ക്ലിയർ എവരിവൺ? ഓക്കെ മക്കളെ, ഇങ്ങനെയുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇവിടെ റിക്വയർമെന്റിന്റെ അകത്ത് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സെയിൽസ് സിസ്റ്റത്തിന്റെ അകത്തുനിന്ന് നിങ്ങൾ ഡയറക്ട് കൺട്രോളും ടെസ്റ്റ് ഓഫ് കൺട്രോളും ആണ് പിക്ക് ചെയ്യേണ്ടത്. ബാങ്കിന്റെ അകത്തുനിന്നും പേറോളിന്റെ അകത്തുനിന്നും നിങ്ങളോട് ഡയറക്ട് കൺട്രോളും ടെസ്റ്റ് ഓഫ് കൺട്രോളും അവർ എഴുതാൻ പറഞ്ഞിട്ടില്ല. സെയിം as that പേറോൾ ആൻഡ് ബാങ്കിങ് എന്ന് മാത്രമാണ് നിങ്ങളോട് ഡെഫിഷ്യൻസിയും റെക്കമെൻഡേഷനും പിക്ക് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. നിങ്ങളോട് സെയിൽസ് സിസ്റ്റത്തിന്റെ അകത്ത് ഡെഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സെയിൽസ് സിസ്റ്റത്തിനകത്ത് ഡെഫിഷ്യൻസിയോ പേറോൾ ആൻഡ് ബാങ്കിന്റെ അകത്തെ ഡയറക്ട് കൺട്രോളോ പിക്ക് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടുമോ? ഇല്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് എപ്പോഴും റിക്വയർമെന്റിന്റെ അകത്ത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുകൊണ്ട് കൂടെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ എടുത്തത്, ഇത് ക്ലിയർലി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ളൊരു പ്രോബ്ലം ഉണ്ടാവും. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്താണ് എക്സാമിനർ നിങ്ങളോട് ചോദിക്കുന്നതെന്ന് പ്രോപ്പർലി നോക്കുക. കാരണം നിങ്ങൾ നേരെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ വി വോണ്ട് ഗെറ്റ് മാർക്ക്. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ സെയിൽസ് സിസ്റ്റം വായിക്കുമ്പോൾ നിങ്ങൾ എന്ത് മാത്രം കണ്ടുപിടിക്കാൻ നോക്കിയാൽ മതി? അതിൻ്റെ അകത്തുള്ള നല്ല കാര്യങ്ങൾ മാത്രം, ഡയറക്ട് കൺട്രോളും അതിന്റെ ടെസ്റ്റ് ഓഫ് കൺട്രോളും മാത്രം നോക്കുക. ആൻഡ് പേറോളും ബാങ്കും നോക്കുമ്പോൾ അവിടെ നല്ല കാര്യങ്ങളൊന്നും നോക്കണ്ട, അവിടെയുള്ള ഡെഫിഷ്യൻസീസും റെക്കമെൻഡേഷനും മാത്രം പിക്ക് ചെയ്താൽ മതി. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? Yes, sir. Okay. So let's start with this question. അപ്പോൾ എല്ലാവരും ഒന്ന് വേഗം സ്റ്റാർട്ട് ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 219 വിത്ത് ടേക്ക് സ്റ്റാർട്ട് ചെയ്തോളൂ. So let's start with this question. It is 1st July 2015. You are the audit supervisor with Walsh & Co. You are currently reviewing the notes in relation to the internal controls in place at your client, Whittaker Company. Whittaker Company manufactures and sells luxury bed linen wholesale to the hotel trade and direct to the public from its factory store. It has an year ending 31st August 2015. And first, it's regarding the sales system. Whittaker Company implemented a new sales system in May 2015. The new system was fully tested prior to implementation and will be run in parallel with the old system until until the year end. Whittaker Company's internal audit department is responsible for comparing the output from the old system and new system and investigating any discrepancies
and making recommendation for further action. The company operates a fully automated credit check process for all its new customers. The automated system generates a credit limit for each customer, which the sales director approves before the customer can place any order. She evidences her approval in the system. On a monthly basis, receives ledger clerk downloads the age receivables report and reviews it for outstanding debt. In line with the Whittaker Company's credit control policy, and any debt which are greater than 30 days overdue are then passed to the credit control department, which contacts the customers to resolve any issue and recover the debt. Also, on a monthly basis, accounts clerk reconcile the trade receivables account to the list of individual customer balances in order to verify month-end receivables balance. Any reconciling items are documented, errors and corrected on timely basis, and then reconciliation are reviewed and approved by the financial controller. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിനാരിയോക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സിനാരിയോക്കകത്ത് സെയിൽസ് സിസ്റ്റത്തിന്റെ നമ്മളോട് എന്ത് പിക്ക് ചെയ്യാനായിരുന്നു പറഞ്ഞത്? ഡയറക്റ്റ് കൺട്രോൾസ് എന്തൊക്കെയാണുള്ളത് അത് പിക്ക് ചെയ്യാനായിരുന്നു പറഞ്ഞ്, എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു, അതിന്റെ ടെസ്റ്റ് ഓഫ് കൺട്രോൾ എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഒന്ന് പറഞ്ഞു മക്കളെ, എന്തൊക്കെയാണ് ഡയറക്റ്റ് കൺട്രോൾസ് ഇവിടെ ഉള്ളത്? എന്തൊക്കെയാണ് ഈ കേസിലുള്ള ഡയറക്റ്റ് കൺട്രോൾസ്? ഇനി റെസ്പോണ്ട് ചെയ്തോ, അൺമ്യൂട്ട് ചെയ്തോളൂ. എന്തൊക്കെയാണ് ഈ കേസിലുള്ള ഡയറക്റ്റ് കൺട്രോൾസ്? All the new systems All the- parallel running, running and parallel. if there is any Yes. discrepancy, internal auditors are monitoring it. ഓക്കെ ഫൈൻ. അവർ പറഞ്ഞു ഓൾഡും ന്യൂ സിസ്റ്റവും അവരെന്ത് ചെയ്തു? ഒരു ന്യൂ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, സെയിൽസ് സിസ്റ്റം. അതിന് അവർ ആ ഓൾഡ് ആൻഡ് ന്യൂ സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു? Parallel ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് രണ്ട് സിസ്റ്റത്തിൽ നിന്നുള്ള ഔട്ട്പുട്ട് നോക്കിയിട്ട് ഡിസ്ക്രിപ്പൻസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരത് കറക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്തായിരിക്കും? മീനിങ് എന്ന് പറഞ്ഞു ഡേറ്റ ഒമിഷൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഡേറ്റ ലോസിംഗ് ഓഫ് ഡേറ്റ ലോസ് Duplication. അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് അവിടെ ഉണ്ടാവുന്ന ബെനിഫിറ്റ് അപ്പൊ എന്തായിരിക്കും? നമ്മുടെ അക്കൗണ്ട്സിന്റെ അത് വരുന്ന ബെനിഫിറ്റ് എന്തായിരിക്കും? മിസ്സ്റ്റേറ്റ്മെന്റ്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മള് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണോണ്ട് നമുക്ക് ഡേറ്റാസ് പോയില്ല എന്നറിയില്ല. അപ്പൊ അത് കാരണമാണ് നമ്മൾ സെയിൽസ് സെയിൽസ് വാല്യൂ എന്താവത്തില്ല? അണ്ടർസ്റ്റേറ്റഡ് ആവത്തില്ല, അല്ലെങ്കിൽ എന്താവത്തില്ല? ഓവർസ്റ്റേറ്റഡ് ആവത്തില്ല. ഫൈൻ. അപ്പൊ ഇതായിരിക്കും നമ്മൾ ഡയറക്റ്റ് കൺട്രോൾ ആയിട്ട് പറയുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ ന്യൂ സെയിൽസ് സിസ്റ്റം ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് ദ ന്യൂ ആൻഡ് ഓൾഡ് സിസ്റ്റം ആർ റൺ ഇൻ പാരലൽ and any differences in the output are investigated and recommendations made on timely basis. അപ്പോൾ നമുക്ക് അവിടെ എന്ത് പറയാം? Therefore, any omission or duplication of data will be traced and corrected by the management appropriately, and the company's sales will not be under or overstated. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം directly? The chances of wrong processing of sales will be avoided and misstatements in the accounting records will be eliminated എന്ന് പറയാം. ക്ലിയർ ആയോ? ഓക്കെ. Yes. നമുക്ക് അതെങ്ങനെയായിരിക്കും ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക? ഹൗ ക്യാൻ യു ടെസ്റ്റ് ദാറ്റ്? എങ്ങനെയായിരിക്കും ടെസ്റ്റ് ചെയ്യാൻ പറ്റുക? Discuss with the manager. Observe the old system, new system. രണ്ട് സിസ്റ്റത്തിലും കുറച്ച് ഡേറ്റ ഇൻപുട്ട് ചെയ്തിട്ട് നോക്കുക എങ്ങനെയാ പ്രോസസ് ആവുന്നത്. ഫൈൻ. അതായത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് അറിയേണ്ടത് ഈ രണ്ട് സിസ്റ്റത്തിലും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത് കറക്റ്റ് ആണെന്ന് അറിയണം. ദെൻ ഔട്ട്പുട്ട് കറക്റ്റ് ആണെന്ന് അറിയണം. അപ്പൊ നമുക്ക് എന്ത് കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ മതി? സാമ്പിൾ ഓഫ് ഡേറ്റ ന്യൂ സിസ്റ്റത്തിലേക്ക് അതെന്തുമായിട്ട് കമ്പയർ ചെയ്യാൻ പറയണം? ഓൾഡ് സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ന്യൂ സിസ്റ്റത്തിൽ നിന്ന് പ്രോസസ് ചെയ്തേക്കുന്ന ഔട്ട്പുട്ടും ഓൾഡ് സിസ്റ്റത്തിലെ ഔട്ട്പുട്ടും കമ്പയർ ചെയ്ത് നോക്കണം എന്ന് പറയാം. അത് കറക്റ്റ് ആയിട്ട് തന്നെ പ്രോസസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ. ക്ലിയർ ആയോ? ഇന്റേണൽ ഓഡിറ്റർ വർക്കിംഗ് പേപ്പേഴ്സ് നോക്കാൻ പറഞ്ഞാൽ മതിയോ? അത് നമുക്ക് ആഡ് ഓൺ ആയിട്ട് പറയാം. ഇന്റേണൽ ഓഡിറ്റിന്റെ വർക്കിംഗ് പേപ്പേഴ്സ് അല്ല, ഇന്റേണൽ ഓഡിറ്റിന്റെ സ്കെഡ്യൂൾ ചെക്ക് ചെയ്യാൻ പറയാം. അതായത് ഈ കമ്പാരിസൺ നടത്തിയേക്കുന്നതിന്റെ സ്കെഡ്യൂൾസ് ഉണ്ടാവുമല്ലോ, അത് ചെക്ക് ചെയ്യാൻ പറയാം. അവരെ കമ്പാരിസൺ നടത്തി എറേഴ്സ് ഓരോന്നും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ടോ, ടൈംലി ബേസിസ് റെക്കമെൻഡേഷൻ കൊടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ. മനസ്സിലായോ? ക്ലിയർ? ഓക്കെ. അപ്പൊ നമുക്ക് എങ്ങനെയായിരിക്കും പോയിന്റ് പറയാൻ പറ്റുക? എഗ്രി എ സാമ്പിൾ ഓഫ് ഡേറ്റ held in the new system to the old system and compare the processed data from the two systems in order to confirm whether all the data are transferred
completely and accurately, and the data processed are also appropriate. ഇനി അല്ലാന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് എന്ത് പറയാം? Review the schedule of check made by ഏത് ഡിപ്പാർട്ട്മെന്റാണ് നമ്മളോട് പറഞ്ഞേ? Internal audit department. Internal audit. In order to confirm whether they are comparing both system and investigating discrepancies and making recommendations on timely basis. Clear ആയോ? Okay. ഇനി അടുത്ത പ്രോബ്ലം എന്താ? അല്ലെങ്കിൽ അടുത്ത ബെനിഫിറ്റ് എന്താ? ഇവിടെ നമുക്ക് ബെനിഫിറ്റ് അല്ലേ? അടുത്ത ബെനിഫിറ്റ് എന്താ? Credit check process ഓട്ടോമേറ്റഡ് സിസ്റ്റം automated ജനറേറ്റ് ചെയ്ത ക്രെഡിറ്റ് ലിമിറ്റ് സെയിൽസ് ഡയറക്ടർ അപ്രൂവ് ചെയ്താൽ മാത്രമേ കസ്റ്റമേഴ്സിന് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഓട്ടോമേറ്റഡ് സിസ്റ്റം വഴി അവർ എന്ത് ചെയ്യുന്നുണ്ട്? ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ക്രെഡിറ്റ് ലിമിറ്റ് ആര് അപ്രൂവ് ചെയ്യണം നമ്മളോട് പറഞ്ഞു? സെയിൽസ് ഡയറക്ടർ അപ്രൂവ് ചെയ്യണം. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ നമുക്ക് അവിടെ എന്തായിരിക്കും ചെയ്യാൻ പറ്റുന്നുണ്ടാവുക? സോറി, അതുകൊണ്ട് എന്തായിരിക്കും ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ടാവുക? eligible customers ന് correct. eligible customers എലിജിബിൾ higher ആയിട്ടുള്ള credit കസ്റ്റമേഴ്സിന് മാത്രമേ എന്താവുള്ളൂ? സെയിൽ credit നടക്കൂ. limit. സെയിൽ നടക്കുള്ളൂ, അല്ലെങ്കിൽ ക്രെഡിറ്റ് ലിമിറ്റിൽ പ്രകാരമുള്ള സെയിൽ നടക്കുള്ളൂ. അത് കാരണം authorized. ഫൈനൽ ഇമ്പാക്ട് എന്തായിരിക്കും? ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ Irrecoverable ലോസ് ഓഫ് നമുക്ക് എന്ത് റെവന്യൂ ചെയ്യാൻ പറ്റും? ഉണ്ടാവത്തില്ല. അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം റിസീവ്സ് ബാലൻസ് എന്താവത്തില്ല? ഓവർ overstated സ്റ്റേറ്റഡ് ആണ്. ആവും. ഫൈൻ. അപ്പൊ നമ്മൾ ഇതായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്ത് പറയാം? An automated system generates credit limit for the customers which are authorized by sales director. Therefore, only the products will be sold to eligible customers, and the possibility of having bad and doubtful debts will be avoided, and thereby the receivables balance will not be overstated. നമുക്ക് എങ്ങനെയായിരിക്കും മക്കളെ അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക? എങ്ങനെയായിരിക്കും അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക? നമ്മളോട് ഇവിടെ എന്താ അവര് പറഞ്ഞേ? ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് Automated. മുന്നേ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? സെയിൽസ് ഡയറക്ടർ ക്രെഡിറ്റ് ലിമിറ്റ് അപ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞു. ശരിയല്ലേ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഒരു ക്രെഡിറ്റ് ലിമിറ്റ് അപ്രൂവ് ചെയ്തേക്കുന്ന എവിടെ നോക്കിക്കഴിഞ്ഞാലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക? അയ്യോ ക്രെഡിറ്റ് authorization letter. അല്ലെ? അതല്ലേ നമ്മൾ എപ്പോഴും പറയാറുള്ള ഡോക്യുമെന്റ്, ക്രെഡിറ്റ് ഓതറൈസേഷൻ ലെറ്റർ. അപ്പൊ ക്രെഡിറ്റ് ഓതറൈസേഷൻ ലെറ്റർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്നാണ് ക്രെഡിറ്റ് ഓതറൈസ് ചെയ്തേക്കുന്നതെന്ന്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? ഒരു സെയിൽസ് ഡയറക്ടർ ക്രെഡിറ്റ് അപ്രൂവ് ചെയ്തതിനു ശേഷമാണ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്തേക്കുന്നതെന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അതപ്പോ എങ്ങനെയായിരിക്കും അറിയാൻ പറ്റുക? ഡേറ്റ് നോക്കുക. ഏതില്ലാത്ത ഡേറ്റാ നോക്കണ്ടേ? എക്സാക്ട്ലി. ക്രെഡിറ്റ് ഓതറൈസേഷൻ ലെറ്ററിന്റെ അകത്ത് ഡേറ്റ് നോക്കണം, സെയിൽസ് ഓർഡറിന്റെ അകത്ത് ഡേറ്റ് നോക്കണം. എന്നിട്ട് നമ്മൾ എന്ത് കൺഫേം ചെയ്യാം? സെയിൽസ് ഓർഡേഴ്സ് പ്ലേസ് ആവുന്നതിന് മുന്നേ ക്രെഡിറ്റ് ഓതറൈസ് ചെയ്തിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യാൻ പറയാം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ മക്കളെ? ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ എന്തായിരിക്കും പറയാൻ പറ്റുക? എഗ്രി ദ ഡേറ്റ്സ് ഓഫ് ക്രെഡിറ്റ് ഓതറൈസ്ഡ് by reviewing the credit authorization letter to the sales orders, to the date of sales orders, in order to confirm whether the credit limit are being authorized by the sales director before the customers can place any order. Clear ayo? Okay. ഇനി അടുത്ത ഇഷ്യൂ എന്താ, അല്ലെങ്കിൽ അടുത്ത ബെനിഫിറ്റ് എന്താ? റിസീവബിൾ ലെഡ്ജർ ക്ലർക്ക് 30 ഡേയ്സ് കൂടുതലായ ഡെപ്റ്റ് എല്ലാം നമ്മള് ക്രെഡിറ്റ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് കസ്റ്റമേഴ്സിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് പേ ചെയ്യാത്ത. ഓക്കെ, നമ്മളോട് പറഞ്ഞെന്തായിരുന്നു? നമ്മുടെ 30 ഡേയ്സിന് മേലെ ക്രെഡിറ്റ് ഓവർ ഡ്യൂ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു? നമ്മുടെ കമ്പനിയുടെ ക്രെഡിറ്റ് കൺട്രോൾ പോളിസി പ്രകാരം 30 ഡേയ്സിന് മേലെ ഓവർ ഡ്യൂ ആയ ഓരോ പേയ്മെന്റ്സും റിസീവ്സ് ലെഡ്ജർ ക്ലർക്ക് റിപ്പോർട്ട്സ് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്തായിരിക്കും? പോസിബിലിറ്റി ഓഫ് ബാഡ് ഡെറ്റ്. പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് അല്ലെങ്കിൽ ഇറിക്കവറബിൾ ഡെപ്റ്റിനുള്ള പോസിബിലിറ്റീസ് കുറയും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് വേറെ ഫർദർ എന്തായിരിക്കും ബെനിഫിറ്റ് ഉണ്ടാവുക? അലവൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് നേരത്തെ ചെയ്യാനായിട്ട്. അലവൻസസ് ഒക്കെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് നേരത്തെ ചെയ്യാനായിട്ട് പറ്റും. അക്കൗണ്ട്സ് വരുന്ന ബെനിഫിറ്റ് എന്തായിരിക്കും? റിസീവ്സ് റിക്കവറബിൾ ആയിരിക്കും. റിസീവ്സ് ബാലൻസ് എന്തായിരിക്കത്തില്ല? ഓവർസ്റ്റേറ്റ് ആവത്തില്ല. അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്രോബ്ലംസ് ഉണ്ടാവാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റും. ഏതാ? ഈ ബെനിഫിറ്റ് ആയിട്ട് ക്യാഷ് ഫ്ലോ പ്രോബ്ലംസ് ഉണ്ടാവില്ല.
ക്യാഷ് ഫ്ലോ പ്രോബ്ലംസ് ഉണ്ടാവില്ല എന്ന് നമ്മൾ ഇവിടെ പറയണ്ട. കാരണം എന്താ വെച്ചാല് നമ്മളത് ഡെഫിഷ്യൻസി പറയുമ്പോൾ പറയും. കാരണം ഡെഫിഷ്യൻസി പറയുമ്പോൾ നമ്മൾ ഇമ്പാക്ട് ഓൺ എൻറ്റിറ്റി അല്ലേ പറയാ. ഇവിടെ നമ്മൾ FSന്റെ മേലെ വരുന്നുണ്ട്. ക്യാഷ് ഫ്ലോ പ്രോബ്ലം ആയിട്ട് പറയൂല. FSന്റെ അത് എവിടെയാണ് മെയിൻലി സ്ട്രൈക്ക് ആവുന്നത് അതിനെ കുറിച്ചായിരിക്കും പറയാം കേട്ടോ. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്ത് പറഞ്ഞു വെക്കാം? നിങ്ങൾ പറയാ the receivables ledger clerk performs review of age receivables ledger on timely basis and all the credit are being followed up. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് പറയാം? Therefore, this will ensure that all the debt borne by the customers will be settled on timely basis. The possibilities of having bad and doubtful debts will be avoided and the receivables balance will not be overstated. And ഇതെങ്ങനെയായിരിക്കും നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക? എങ്ങനെയെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ പറ്റുക? ക്രെഡിറ്റ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിനോട് എൻക്വയറി ചെയ്താൽ മതിയോ? എന്താ എൻക്വയറി ചെയ്യേണ്ടത്? 30 days കൂടുതലായിട്ട് ഇതൊക്കെ അവര് ലൈക്ക് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ? receiving a age റിക്കവർ list, ചെയ്യാനായിട്ട് അത് നമുക്ക് ചോദിക്കാം. list from ഒറ്റ സെക്കൻഡേ, നമുക്കത് ചോദിക്കാം ക്രെഡിറ്റ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് അത്. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ റിലയബിലിറ്റി കുറവായിരിക്കും. കാരണം എന്താ? എൻക്വയറി ആണ്. പകരം ഡോക്യുമെന്ററി എവിഡൻസ് ആണ് ചോദിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഡോക്യുമെന്ററി എവിഡൻസ് എന്താണെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഏതാ? കസ്റ്റമറിനെ കോൺടാക്ട് ചെയ്തതിന്റെ എവിഡൻസ് ഉണ്ടാവും. അതേതായിരിക്കും? customer correspondence. കറസ്പോണ്ടൻസ്. അതല്ലേ നമ്മൾ പറയാറുള്ളത്. അപ്പൊ നമുക്ക് അവിടെ എന്തായിരിക്കും പറയാൻ പറ്റുക? റിവ്യൂ എ സാമ്പിൾ ഓഫ് കറസ്പോണ്ടൻസ് വിത്ത് ദ കസ്റ്റമേഴ്സ് ഇൻ ഓർഡർ ടു കൺഫേം വെദർ ദ ക്രെഡിറ്റ്സ് ആർ ബീങ് ഫോളോഡ് അപ്പ് Regular basis. on regular basis. അല്ലെങ്കിൽ എന്ത് പറയാ? when the credits review a sample of correspondence with the customers in order to confirm when the whether the credits are followed up once they crosses the 30 days of credit period, in order to confirm that the credit control policies are being properly followed by the receivables ledger clerk. ഒന്നെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ലപോലെ നമുക്ക് ഇവിടെ ഡോക്യുമെന്ററി ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട്. എന്തായിരിക്കും ഡോക്യുമെന്ററി എവിഡൻസ്? ഏജ്ഡ് റിസീവബിൾസ് റിപ്പോർട്ട്. യെസ്, ഇവിടുത്തെ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാ. അവരെന്താ നമ്മളോട് പറഞ്ഞേ? ക്ലർക്ക് ഏജ് റിസീവ്സ് റിപ്പോർട്ട് എന്ത് ചെയ്യും? അത് ഡൗൺലോഡ് ചെയ്യും. ഡൗൺലോഡ് ചെയ്തിട്ട് അത് റിവ്യൂ ചെയ്യും. റിവ്യൂ ചെയ്തിട്ട് അവർ കറക്റ്റായിട്ട് ക്രെഡിറ്റ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന് പാസ് ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവർ ആ റിവ്യൂ ചെയ്ത് ഈ ക്രെഡിറ്റ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് അവർ ഫോളോ അപ്പ് ചെയ്തതിനു ശേഷം ഓതറൈസ് ചെയ്തിട്ടുണ്ടാവില്ലേ? അതറിയാനായിട്ട് നമുക്ക് ഏജ് റിസീവ്സ് റിപ്പോർട്ട് തന്നെ നോക്കിയാൽ പോരെ? ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് സെയിം എന്ത് തന്നെ പറയാം? obtain a copy of age receivables report and confirm whether these are evidenced by the signature of the receivables ledger clerk and final approval is provided by the credit control department. Clear ayo? Yes, sir. Okay. പിന്നെ finally we have got one more paragraph here. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ? റീകൺസിലേഷൻ. റീകൺസിലേഷൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞേക്കുന്നേ? ടൈംലി ബേസിസിൽ നമ്മൾ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. Customer അല്ല. reconciliation. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും നിങ്ങളുടെ ആൻസറിൽ കാണാറുള്ള കാര്യമാണ് റീകൺസിലേഷൻ ഒരു ടേം കണ്ടാലേ അത് ബാങ്ക് റീകൺസിലേഷൻ ആയിട്ട് എഴുതും. പക്ഷെ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ എന്ത് റീകൺസിലേഷനെ കുറിച്ച് അവർ പറഞ്ഞേക്കുന്നത്? ട്രേഡ് റിസീവബിൾസും അതേപോലെ തന്നെ ലിസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ കസ്റ്റമർ ബാലൻസസും തമ്മിലാണ് അവർ എന്ത് ചെയ്തേക്കുന്നത്? റീകൺസൈൽ ചെയ്തേക്കുന്നത്. ദെൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവർ റീകൺസിലേഷൻ ടൈംലി പെർഫോം ചെയ്യുന്നുണ്ട്. എറേഴ്സ് കാണുന്ന എല്ലാം അവർ എന്ത് ചെയ്യുന്നുണ്ട്? ടൈംലി കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അത് റിവ്യൂ ചെയ്ത് ഫിനാൻഷ്യൽ കൺട്രോളർ അപ്രൂവും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുക? എറേഴ്സ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഉണ്ടാകുന്ന മിസ്റ്റേറ്റ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പെട്ടെന്ന് സ്പോട്ട് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ എനി എറേഴ്സ് എന്താ ഏതൊക്കെ ബാലൻസസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക? receivable balances will be identified on timely basis and will be corrected by the management അല്ലെങ്കിൽ accounts ledger clerk. Therefore, the possibilities of having errors in the trade receivables will be avoided. Clear അല്ലേ? And trade receivables എന്താവില്ല? Understated അല്ലെങ്കിൽ overstated ആവില്ല. ഇതെങ്ങനെയായിരിക്കും നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക? മോസ്റ്റ് ഈസിയസ്റ്റ് പോയിന്റ് എങ്ങനെ നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക? Copies of Copy reconciliation. of trade receivables account. നമുക്ക് അവിടെ പറയാൻ Copies of പറ്റുന്ന എന്തായിരിക്കും?
obtain the copy അല്ലെങ്കിൽ review the copy of review the copy of ഏത് reconciliation ആയിരിക്കും നമ്മളോട് പറയുന്നുണ്ടാവുക? Trade receivable. receivable. Trade receivables reconciliation. To എന്തിനു ensure it വേണ്ടിയിട്ടായിരിക്കും? is reviewed and approved by financial controller. In order to confirm whether they are being prepared and reviewed on correct timely basis and are being approved by the finance controller by his signature. Clear, Aya? Is that clear, everyone? Okay. Yes. W company has a human resource department which is responsible for processing joiners and leavers, including preparing and sending authorized joiners form to payroll department, so that the new employees can be set up correctly on the payroll system. However, when additional staff are required at short notice, joiners form are completed and instead the production supervisor notifies the payroll department by email on the day they commences employment. Staff are required to work overtime on regular basis in order to meet production target. Overtime is paid in monthly in arrear at the end of the month in which it is worked. All overtime reports are reviewed on quarterly basis by the production supervisor after overtime has been paid. Review of overtime report are evidenced by the signature of the production director. The payroll system automatically calculates wages and deductions for all employees based on standing data. The standing data is reviewed regularly to ensure it is still accurate. However, no checks are performed on monthly payroll calculation. In May each year, all employees receive a bonus. The amount of bonus will vary depending upon their performance. Payroll department receives written notification from the HR manager of the bonus based only in his view of employees' performance in the year. Bonus for 2015 were input into the payroll system by the payroll clerk. After May's payroll has been processed, a small number of employees notified the payroll department that the bonus had been paid did not agree to the bonus confirmation letter. This was corrected in June 2015. Easy points ആണ്. And they have asked us to pick deficiencies from here. എന്തൊക്കെ deficiencies എവിടെയുള്ളത്? Production Additional supervisor staff appointing temporary staff. joiner form complete ചെയ്യും. ഓക്കെ, നമ്മളോട് അവർ പറഞ്ഞു ജോയിനേഴ്സ് ആൻഡ് ലീവേഴ്സിന് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യണം? ഒരു ഫോം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവണം, ശരിയല്ലേ? പക്ഷെ അവൻ എന്ത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു? അഡീഷണൽ Completed. സ്റ്റാഫിനെ ഷോർട്ടർ നോട്ടീസിൽ അപ്പോയിന്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ജോയിനേഴ്സ് ഫോം കംപ്ലീറ്റ് ചെയ്യുന്നില്ല. പകരം പ്രൊഡക്ഷൻ സൂപ്പർവൈസർ പേറോൾ ഡിപ്പാർട്ട്മെന്റിന് ഒരു മെയിൽ മാത്രമേ അയക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രോബ്ലം എന്തായിരിക്കും? മെയിൽ കാണാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. മെയിൽ കാണാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്, ഫൈൻ. ഒന്ന്, പിന്നെ വേറെ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഇഷ്യൂ എന്തായിരിക്കും? Incompetent Production employees and supervisors appoint ചെയ്യാം. aware അല്ലായിരിക്കും. New Fictitious joiners. employees or ഇല്ല, ഫിക്ടീഷ്യസ് എംപ്ലോയീസിന്റെ കേസ് പറയരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതേത് കേസിലാണ് പറയാ? HR-ഉം പേറോളും സെപ്പറേറ്റ് അല്ല എന്ന് പറയുന്ന സമയത്താണ് നമ്മൾ ഫിക്ടീഷ്യസ് എംപ്ലോയീസിന്റെ കേസ് പറയാം, Okay. ശരിയല്ലേ? ഇവിടുത്തെ പ്രോബ്ലം അതാണോ? incompetent employees may be ഇൻകോമ്പിറ്റന്റ് എംപ്ലോയീസ് ആണോ ഇവിടുത്തെ കേസ്? പേറോൾ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവില്ല. അതാണ് ഇവിടുത്തെ പ്രോബ്ലം, ശരിയല്ലേ? അതായത് നമ്മളോട് ഇവിടെ മെയിൻലി പറഞ്ഞേക്കുന്ന ഇഷ്യൂ ഇവിടെ പ്രൊഡക്ഷൻ സൂപ്പർവൈസേഴ്സ് അപ്പോയിന്റ്മെന്റ് നടത്തുന്നു എന്നാണോ പറഞ്ഞേക്കുന്നത്? ആണോ? Notify. നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? പേറോൾ ഡിപ്പാർട്ട്മെന്റിന് ഈ കാര്യങ്ങൾ ഇൻഫോം ചെയ്യേണ്ടത് ആരാ? HR ഡിപ്പാർട്ട്മെന്റ് ആണ്, ശരിയല്ലേ? അതുപോലെ തന്നെ HR ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ ഇൻഫോം ചെയ്യേണ്ടത്? പ്രോപ്പർ ഫോംസ് ഫിൽ ചെയ്തിട്ട് വേണം ഇൻഫോം ചെയ്യാൻ. അതിന് പകരം ഇവിടെ എന്ത് ചെയ്യുന്നു പറഞ്ഞേ? ഷോർട്ട് നോട്ടീസിൽ അപ്പോയിന്റ്മെന്റ് നടത്തുന്നതുകൊണ്ട് അവർക്ക് ടൈം ഇല്ല അത് പ്രിപ്പയർ ചെയ്യാൻ. അതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു? പേറോൾ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് ജസ്റ്റ് ഒരു ഇമെയിൽ അയച്ചിട്ടാണ് പ്രൊഡക്ഷൻ സൂപ്പർവൈസേഴ്സ് നോട്ടിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു എംപ്ലോയിയുടെ ഡീറ്റെയിൽസ്. അപ്പൊ നിങ്ങൾ കുറച്ചു മുന്നേ പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആണ്. ഏതാ? പേറോൾ ഡിപ്പാർട്ട്മെന്റ് അയച്ചേക്കുന്ന ഇമെയിൽ പേറോൾ ഡിപ്പാർട്ട്മെന്റ് കാണണമെന്ന് നിർബന്ധമില്ല. അതൊരു കേസ്. രണ്ടാമത്തെ കേസ് എന്തായിരിക്കും? ഡീറ്റെയിൽസ് ഒന്നും എക്സാക്ട്ലി. പ്രോപ്പർ ഫോം കംപ്ലീറ്റ് ചെയ്യാണ്ട് പേറോൾ പ്രൊഡക്ഷൻ സൂപ്പർവൈസേഴ്സ് അയക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് അറിയുന്നുണ്ടാവില്ല എന്തൊക്കെ ഡീറ്റെയിൽസ് അയക്കേണ്ടതെന്ന്. സോ അവരെല്ലാ ഡീറ്റെയിൽസും കംപ്ലീറ്റ് ആയിട്ട് അയച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? പേയ്മെന്റ് ഒന്നും കറക്റ്റ് ആയിട്ട് കിട്ടാൻ ജോലി അപ്പോയിന്റഡ് എംപ്ലോയീസിന് ഓൺ ടൈം പേയ്മെന്റ് കിട്ടാണ്ട് വരും. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആവും. എംപ്ലോയി ഡിസാറ്റിസ്ഫൈഡ് ആവും. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ ഗുഡ് വില് പോവും, അല്ലേ? അപ്പൊ ഇതായിരിക്കും നമ്മൾ പറയാ. അപ്പൊ നിങ്ങൾ എന്ത് പറയണം? നോ ജോയിനേഴ്സ് ഫോം ആർ കംപ്ലീറ്റഡ് ഫോർ ഷോർട്ട് when additional staff are required, they are appointed without providing any joiners form, and
they are being notified to the payroll department just by an email from the production supervisor. However, there can be chances that the email sent by the production supervisor might not be seen by the payroll department, or there can also be chances that since the forms are not completed, inappropriate details might be sent by the production supervisor, which would result in new employees not being paid on time. Employees will be dissatisfied and there will be loss of goodwill for the company. Clear ayo? Is that clear? Yes. അതുപോലെ തന്നെ അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കണം? ജോയിനർ ഫോം ജോയിനേഴ്സ് ഫോം എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് അത് ഓതറൈസും ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയാം, എപ്പോൾ മാത്രമേ എംപ്ലോയീസിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യാൻ പാടുള്ളൂ, അപ്പോയിന്റ്മെന്റ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാൻ പാടുള്ളൂ? ജോയിനേഴ്സ് ഫോം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറയാം, ജോയിനേഴ്സ് ഫോം ഷുഡ് ബി കംപ്ലീറ്റഡ് ഫോർ all the new employees, whether they are temporary or permanent, and the employee name should be added to the system only after completing the joiners form. Clear ayo? Is it clear? Okay. Any next problem എന്താ? ഓവർ ടൈം Overtime review ചെയ്യുന്ന quarterly നടത്തിയിട്ടാണ് basis. അത് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. നമ്മളോട് പറഞ്ഞു ഓവർ ടൈം അവര് പേയ്മെന്റ് കൊടുക്കുന്നത് എങ്ങനെയാ? മന്ത്ലി ആണ് ഓവർ ടൈം പേയ്മെന്റ്സ് കൊടുക്കുന്നത്. പക്ഷെ ഈ ഓവർ ടൈം റിപ്പോർട്ട്സ് അവർ അപ്രൂവ് ചെയ്യുന്ന എത്ര നാൾ കൂടുമ്പോഴാന്ന് പറഞ്ഞു? ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ എത്ര നാൾ കൂടുമ്പോഴാ? 3 months. 3 months കൂടുമ്പോൾ. അപ്പൊ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം കൊടുത്ത പേയ്മെന്റ് അപ്രൂവ് ചെയ്യുന്ന എത്ര മാസം കഴിഞ്ഞിട്ടായിരിക്കും? 3 മാസം 3 കഴിഞ്ഞിട്ടായിരിക്കും. months. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാകുന്ന പ്രോബ്ലം എന്തായിരിക്കും? എംപ്ലോയീസ് ഹവേഴ്സ് പേ ഇൻകറക്റ്റ് അമൗണ്ട്സ് ചെയ്യാത്തതിന് പേ ചെയ്തിട്ടുണ്ട്. അണ്ടർ പെയ്ഡോ ഓവർ പെയ്ഡോ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ടൈമിൽ അറിയാൻ പറ്റത്തില്ല. അപ്പൊ ലിറ്ററലി ഇത്രയേ ഉള്ളൂ. ഒന്നെങ്കിൽ എംപ്ലോയീസ് വർക്ക് ചെയ്യാത്ത സമയത്തും കൂടെ അവർക്ക് പേ ചെയ്യും, അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന സമയത്തിന് അവർക്ക് പേ ചെയ്തിട്ടുണ്ടാവില്ല. സോ ലിറ്ററലി വിച്ച് മീൻസ് ദാറ്റ് ഒന്നെങ്കിൽ ദേ വിൽ ബി അണ്ടർ പെയ്ഡ്, അല്ലെങ്കിൽ എന്തായിരിക്കും ഓവർ പെയ്ഡ് ആയിരിക്കും. അണ്ടർ പെയ്ഡ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? Employee ഓവർ പെയ്ഡ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? loss of revenue from Loss of revenue. Okay, fine. That's it. ഇതായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറയാം? നിങ്ങൾ പറയാ the staff are paid overtime on monthly basis. However, the approval for the overtime payment report is made quarterly. Therefore, the payments are made before approval of the overtime reports. This would result in either employees being underpaid or overpaid, leading to employee dissatisfaction or unwanted cash outflow for the company in terms of payroll expense. നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കണം? സൂപ്പർവൈസർ പേയ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ് ഓവർ ടൈം റിപ്പോർട്ട് നമുക്ക് റിവ്യൂ ചെയ്യണമെന്ന് പറയാം. നമുക്കെന്ത് പറയാം, ഓവർ ടൈം റിപ്പോർട്ട്സ് നമ്മൾ മന്ത്ലി ബേസിസിൽ എന്ത് ചെയ്യണം എന്ന് പറയാം, പ്രൊഡക്ഷൻ സൂപ്പർവൈസേഴ്സിന് അയക്കണം. ഓവർ ടൈം റിപ്പോർട്ട്സ് ഓതറൈസ് ചെയ്തതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാം, പേയ്മെന്റ് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, നമുക്ക് എന്ത് പറയാം, ഓവർ ടൈം റിപ്പോർട്ട്സ് ഷുഡ് ബി സെൻഡ് ടു പ്രൊഡക്ഷൻ സൂപ്പർവൈസേഴ്സ് ഫോർ റിവ്യൂ ഓൺ മന്ത്ലി ബേസിസ്, and the payment should be made to the employees only after overtime reports are being evidenced by the signature of the production director. Clear ayo? Yes, sir. Okay. അടുത്ത ഇഷ്യൂ നോക്കളെ. പേറോൾ കാൽക്കുലേഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളോട് പറഞ്ഞു പേറോൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, വേജസ് ആൻഡ് ഡിഡക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. However, അവിടെ ഉണ്ടാവുന്ന പ്രോബ്ലം എന്താന്ന് പറഞ്ഞു, അവിടെ മന്ത്ലി നടന്നേക്കുന്ന ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻസ് ആരെങ്കിലും റിവ്യൂ ചെയ്യുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പോസിബിലിറ്റി എന്തായിരിക്കും? എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ എന്ത് സംഭവിക്കും? പേറോൾ കോസ്റ്റ് അണ്ടർസ്റ്റേറ്റ് അല്ലെങ്കിൽ ഓവർസ്റ്റേറ്റഡോ വേജസും സാലറീസ് എല്ലാം. അപ്പൊ ഒന്നെങ്കിൽ എംപ്ലോയി എന്താവും, ഡിസാറ്റിസ്ഫൈഡ് ആവും, അൺവാണ്ടഡ് ക്യാഷ് ഔട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ എന്ത് പറയാം, the wages and salaries are computed automatically. However, no checks are performed on the monthly payroll calculations. Therefore, in case of any errors that are appearing in the payroll computation will not be identified and corrected on timely basis, and the employees will be paid incorrect payroll charges, resulting in employee dissatisfaction or unwanted cash outflow for the company. നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കും? സീക്വൻസ് ചെക്ക് നടത്താം നമ്മൾ. സീക്വൻസ് ആണോ പ്രോബ്ലം? നമ്മളിവിടെ സീക്വൻസ് പേറോൾ എമൗണ്ട്
കാൽക്കുലേഷൻ സാമ്പിൾ ഓഫ് ഇത് നമ്മൾ മന്ത്ലി ബേസിസിൽ റിവ്യൂ ചെയ്യണം. സാമ്പിൾ ഓഫ് പേറോൾ കാൽക്കുലേഷൻസ് എന്ത് ചെയ്യണം എന്ന് പറയാം? നമ്മുടെ ഒരു സീനിയർ ഒഫീഷ്യല് മന്ത്ലി ബേസിസിൽ റിവ്യൂ ചെയ്യണം എന്ന് പറയാം. എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാം? സാലറി പേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? എ സാമ്പിൾ ഓഫ് റെക്കമെൻഡേഷൻ പറ, എങ്ങനെ നമ്മൾ പറയേണ്ടത്? എ സാമ്പിൾ ഓഫ് പേറോൾ be reviewed by a senior official and correction should be made in case of any identified errors, and the payment should be made only after the sample of calculations are done. Clear ayo? Yes, sir. Okay, finally over here എന്തൊക്കെയാണ് issues ഉള്ള ഈ ലാസ്റ്റ് പാരഗ്രാഫിൽ? ബോണസ് HR മാനേജർ മാത്രമാണ് തീരുമാനിക്കുന്നത്, ലൈക്ക് ആരും ഇത് പിന്നെ റിവ്യൂ ചെയ്യുന്നില്ല. ബോണസ് HR മാനേജർ മാത്രമാണ് തീരുമാനിക്കുന്നത്, അത് ആക്ച്വലി ആരും റിവ്യൂ ചെയ്യുന്നില്ല. ടു ബി ഫ്രാങ്ക്, HR മാനേജർക്ക് അത് തീരുമാനിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, HR മാനേജർ എന്ന് പറയുന്നത് ഹയർ ഒഫീഷ്യൽ തന്നെയാണ്, അവർക്ക് ബോണസ് ഡിറ്റർമൈൻ ചെയ്യാം. പക്ഷെ അവിടുത്തെ പ്രോബ്ലം അതല്ല. പേറോൾ ക്ലർക്ക് ബോണസ് പേറോൾ ക്ലർക്ക് ഇൻപുട്ട് ചെയ്യുന്നത് വേറെ തന്നെ ഒരു പ്രോബ്ലം. ബോണസ് തീരുമാനിക്കുന്നത് അയാളുടെ വ്യൂ അല്ല നോക്കുന്നത്, ആളുടെ വ്യൂ വെച്ചിട്ടാണ് നോക്കുന്നത്. ദാറ്റ് ഈസ് ദ മെയിൻ പ്രോബ്ലം ഹിയർ. ശരിയല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പലപ്പോഴും ഒരു സീനിയർ ഒഫീഷ്യൽ എന്നുള്ളതിന് പകരം നമ്മൾ മാനേജർ എന്നുള്ള ടേം യൂസ് ചെയ്യാറുണ്ട് അപ്രൂവലിന് വേണ്ടിയിട്ട്. സോ മാനേജർ ബോണസ് ഫിക്സ് ചെയ്യുന്നതിന് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ ഇവിടെ എങ്ങനെയാ ബോണസ് തീരുമാനിക്കുന്നതെന്നാ പറഞ്ഞേ? നോക്കി, പ്രത്യേകം അവർ പറഞ്ഞേക്കുന്നത് മാനേജർ ആണ് ബോണസ് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. അതുവഴി ശരിക്കും ഒരു സ്ട്രെങ്ത് ആണ്. പക്ഷെ അവർ പറഞ്ഞേക്കുന്നുണ്ടോ? ബേസ്ഡ് ഓൺലി ഓൺ ഹിസ് വ്യൂ ഓഫ് എംപ്ലോയീസ് പെർഫോമൻസ് ഇൻ ദ ഇയർ. അയാൾക്കൊരു എംപ്ലോയിയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്നാണ് തോന്നുന്നത്, അയാളുടെ വ്യൂ പോയിന്റിന്റെ ബേസിസിൽ മാത്രമാണ് ബോണസ് തീരുമാനിക്കുന്നത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പോസിബിലിറ്റി എന്തായിരിക്കും? ഫേവറബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനായിരിക്കും ആൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? കൂടുതൽ ബോണസ് കൊടുക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ എലിജിബിൾ ആയിട്ടുള്ള എംപ്ലോയീസിന് എന്ത് കിട്ടാണ്ട് വരും? കറക്റ്റ് കിട്ടാണ്ട് വരും. അപ്പൊ എന്ത് സംഭവിക്കും? ഒന്നെങ്കിൽ അൺവാണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവും, അല്ലെങ്കിലോ എംപ്ലോയീസ് ഡിസാറ്റിസ്ഫൈഡ് ആവും. ശരിക്കും ബോണസ് എങ്ങനെ തീരുമാനിക്കേണ്ടത്? എന്തേലും ഒരു ക്രൈറ്റീരിയയുടെ ബേസിസിലായിരിക്കണം. ശരിയല്ലേ? അതായത് ഇങ്ങനെ ഓർത്ത് നോക്കിയ മക്കളെ, ഇത്ര ഓർത്താൽ മതി ലോജിക്കലി. ഞാനിപ്പം എലാൻസിന്ന് എല്ലാവർക്കും സ്കോളർഷിപ്പ് തരുവാണ്. നമ്മൾ സ്കോളർഷിപ്പ് തരുമ്പം അവിടെ പറഞ്ഞേക്കാണ് അലൻ എന്ന് പറയുന്ന ഫാക്കൽറ്റി ആർക്കൊക്കെ ഈ പറയുന്ന സ്കോളർഷിപ്പ് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നു അവർക്ക് മാത്രമായിരിക്കും കിട്ടുക എന്ന്. അത് കറക്റ്റ് ആണോ? അല്ല. പകരം എങ്ങനെയായിരിക്കണം അത്? എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയയുടെ ബേസിസിലായിരിക്കണം സ്കോളർഷിപ്പ്. മേ ബി നിങ്ങൾ 12th വരെ പഠിച്ച് നിങ്ങളുടെ മാർക്ക് നോക്കിയിട്ടാവാം, അല്ലെങ്കിൽ എലാൻസിന് നടത്തുന്ന ഒരു ടെസ്റ്റ് നോക്കിയിട്ടാവാം, അല്ലെങ്കിൽ ACCA നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ ACCA പേപ്പേഴ്സിന്റെ മാർക്ക് നോക്കിയിട്ടാവാം, നിങ്ങളുടെ അറ്റൻഡൻസ് നോക്കിയിട്ടാവാം. അങ്ങനെ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയയുടെ ബേസിസിലായിരിക്കണം. അതല്ലേ നമ്മളിവിടെ കൊടുക്കേണ്ടത് റെക്കമെൻഡേഷൻ ആയിട്ട്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഡെഫിഷ്യൻസി എന്ത് പറയാം? ദ ബോണസ് ഫോർ ദ employees are fixed by the HR manager based only on his view of employees' performance in the year, and this is not based on any other parameters. അല്ലെങ്കിൽ this is not based on any other criteria. Therefore, there can be chances that he might be biased and he might offer higher bonus payments to favorable employees, and eligible employees might not receive proper bonus payout, resulting in employee dissatisfaction and unwanted cash outflow for the company. റെക്കമെൻഡേഷൻ എടുത്ത് നോക്കാൻ വരുന്നത് എന്തായിരിക്കണം? എന്തെങ്കിലും സ്പെസിഫിക് ക്രൈറ്റീരിയയുടെ ബേസിസിലായിരിക്കണം ബോണസ് കൊടുക്കുക. നമ്മൾ എന്ത് പറയാ? All the bonus should be determined by the HR manager on the basis of some chosen criteria, and it should be reviewed by a senior official. അല്ലെങ്കിൽ നേരിട്ട് എന്ത് പറയാ? ഇപ്പം പേറോളിന്റെ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? പേറോൾ ഡയറക്ടർ അത് ഓതറൈസ് ചെയ്യണം എന്ന് പറയാം. ക്ലിയർ ആയോ? ഓക്കെ, ഫൈനലി വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? പേറോൾ ക്ലർക്ക് ബോണസിന്റെ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് റിവ്യൂ ചെയ്യുന്നില്ല. ഓക്കെ, അത് റിവ്യൂ ചെയ്യുന്നില്ല എന്ന് ഇവിടെ പറഞ്ഞോ? ഇല്ല, ബട്ട് ലാസ്റ്റ് ഇയറില് എംപ്ലോയീസ് അങ്ങനെ കുറച്ച് പേരുടെ ബോണസ് തെറ്റായിട്ടാണ് പേ ചെയ്തത്. പെർഫെക്റ്റ്. സി, ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബോണസ് പേറോൾ ക്ലർക്കാണ് ഇൻപുട്ട് ചെയ്യുന്നതെന്ന്. പക്ഷെ അത് റിവ്യൂ ചെയ്യുന്നില്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കത് ഈസിലി അസ്യൂം ചെയ്യാൻ പറ്റും. കാരണം എന്താ? അവർ നമ്മളോട് പറഞ്ഞു ലാസ്റ്റ് മന്തിൽ ബോണസ് കൊടുത്ത സമയത്ത്
കുറെ എംപ്ലോയീസ് കമ്പനീനെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർക്ക് കിട്ടിയേക്കുന്ന കൺഫർമേഷൻ ലെറ്റർ പ്രകാരമുള്ള ബോണസ് അല്ല അവർക്ക് പേ ചെയ്തേക്കുന്നത്. അങ്ങനെയാണ് അതിനർത്ഥം എന്തായിരിക്കും? ഇൻകറക്റ്റ് എമൗണ്ട് ആയിരിക്കും പേറോൾ ക്ലർക്ക് ഇൻപുട്ട് ചെയ്തിട്ടുണ്ടാവുക. അതൊരാൾ റിവ്യൂ ചെയ്യാത്തതുകൊണ്ടായിരിക്കും അത് ഐഡന്റിഫൈ ചെയ്യാത്തത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും സംഭവിക്കുക? എംപ്ലോയീസ് എന്താവും? ഡിസാറ്റിസ്ഫൈഡ്. ക്ലിയർ? അതിനവിടെ കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കണം? ഇൻപുട്ട് ചെയ്യുമ്പോൾ അത് ആരെയും Review the റിവ്യൂ bonus number. അത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് എന്ത് പറയാം? ഓൾ ദി ബോണസ് പേയ്മെന്റ്സ് ഇൻപുട്ടഡ് ബൈ ദ ക്ലർക്ക് ഷുഡ് ബി റിവ്യൂഡ് ബൈ എ സീനിയർ ഒഫീഷ്യൽ ആൻഡ് എ സാമ്പിൾ ഓഫ് ബോണസ് ഇൻപുട്ടഡ് ഷുഡ് ബി എഗ്രീഡ് ടു ദ ബോണസ് കൺഫർമേഷൻ ലെറ്റർ സെൻഡ് ടു ദ എംപ്ലോയീസ്. ക്ലിയർ ആയോ? Is that clear? Yes, sir. Okay. Bank. We take a company uses an internet banking system which requires a two-step verification process. A password is required to log on to the system. An additional passcode is then required to set up new payee or to withdraw fund. The login details, including the password and the passcode, are saved in a shared file, which is accessible to all payables ledger staff in the accounts department. The accounts clerk undertakes the bank reconciliation on a weekly basis. Reconciling items are documented and sent to the financial controller for review. The financial controller only investigates the reconciling item if the sum of these items are significant. പറ മക്കളെ, എന്തൊക്കെ ഇനിയുള്ള പ്രോബ്ലംസ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കൽ പോയിന്റ്സ് മാത്രമാണ്. എന്തൊക്കെയാ? എല്ലാ പേയബിൾസ് Passwords ലെഡ്ജർ are സ്റ്റാഫിനും പാസ്വേഡിലോട്ട് accessible ആക്സസ് ഉണ്ട്. to all employees. ഇവിടെ ശുദ്ധ മണ്ടത്തരാണ് അവർ കാണിച്ചേക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ശരിയല്ലേ? അവരെന്താ പറഞ്ഞേക്കുന്നത്? മാരകമായ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒക്കെ അവരുടെ ഒരു സിസ്റ്റത്തിന് വെച്ചിട്ടുണ്ട്. ആൻഡ് ഒരു പാസ്കോഡും വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ പാസ്വേഡും വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് രണ്ടും എന്ത് ചെയ്തേക്കാന്ന് പറഞ്ഞു? ഒരു ഷെയർഡ് ഫയലിൻ്റെ അകത്താണ് അവർ കീപ്പ് ചെയ്തേക്കുന്നത്. ആൻഡ് പേറോൾ ലെഡ്ജർ സ്റ്റാഫിന് എല്ലാവർക്കും ഈ ഫയലിലേക്ക് ആക്സസ് ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഫ്രോഡ് എന്തായിരിക്കും? പേറോൾ ലെഡ്ജർ സ്റ്റാഫിനുള്ള ആർക്കും എങ്ങോട്ട് ആക്സസ് ഉണ്ടാവും? ഈ പറയുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് ആക്സസ് ഉണ്ടാവും. സോ ദേ ക്യാൻ ബി ചാൻസസ് ദാറ്റ് അവർ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഫണ്ട് എടുക്കാം. ശരിയല്ലേ? ഫ്രോഡ് എന്താണെന്നുള്ളത് സ്പെസിഫിക്കലി പറഞ്ഞു. അവരെന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഫണ്ട് വിഡ്രോ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കമ്പനിക്ക് ലോസ് ഓഫ് ക്യാഷ് ഉണ്ടാവും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ മക്കളെ? ആൻഡ് അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കും? Passwords are not supposed to be saved anywhere. പാസ്വേഡ്സ് ആർ നോട്ട് സപ്പോസ് ടു ബി ഷെയർഡ് എനിവേർ. നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന എന്തായിരിക്കണം? പാസ്വേഡ് ചേഞ്ച് ചെയ്യണം. എന്നിട്ട് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുമേ, എന്നിട്ട് സീനിയേഴ്സിന് മാത്രം ആക്സസ് ഉള്ള രീതിയിലാക്കാം. സീനിയേഴ്സ് എന്നുള്ള ടേം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയാ, Restricted ഓതറൈസ്ഡ് people. പേഴ്സൺസ് എന്ന് പറയാം അല്ലെ? അതായത് നമ്മൾ പറയാനുള്ള ടേം ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രം എന്ത് ചെയ്യാൻ കൊടുക്കുക? പാസ്വേഡിലേക്ക് ആക്സസ് കൊടുക്കാൻ പറയാം. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓൾ ദി ലോഗിൻ password and passcodes should be updated immediately and new passcode should be provided only to authorized persons and it should not be kept in shared file. Clear ayo? Is that clear? Fine. Finally, where on the issue? എപ്പോഴും കാണാറുള്ള സെയിം പ്രോബ്ലം തന്നെ. എന്താ അത്? റീകൺസൈലിംഗ് ഐറ്റത്തിന്റെ സമ്മ സിഗ്നിഫിക്കന്റ് ആണെങ്കിൽ മാത്രമേ ഫൈനാൻഷ്യൽ കൺട്രോളർ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമ്മളോട് അവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ റീകൺസൈലിംഗ് ഐറ്റംസ് അവരെന്ത് ചെയ്യുന്നുണ്ട്? വീക്ക്ലി ബാങ്ക് റീകൺസിലേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കര നല്ലതാണ്. പക്ഷെ നമ്മളോട് പറഞ്ഞു സം ഓഫ് റീകൺസൈലിംഗ് ഐറ്റംസ് സിഗ്നിഫിക്കന്റ് ആണെങ്കിൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അവരത് റീകൺസൈൽ ചെയ്ത സാധനങ്ങൾ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് അയക്കുള്ളൂ എന്ന് പറഞ്ഞു. സോ നമ്മൾ ഇത് നേരത്തെയും കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. സം ഓഫ് റീകൺസൈലിംഗ് ഐറ്റംസ് സിഗ്നിഫിക്കന്റ് ആയിരിക്കുമോ? അല്ല, അവിടെ ചിലപ്പോൾ കോമ്പൻസേറ്റിംഗ് എറേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. എക്സാക്ട്ലി, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമല്ലേ അത്. എന്തായിരുന്നു കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അറിയത്തില്ലാത്തവർക്കൊന്ന് പറഞ്ഞു കൊടുത്തേ, എന്താ കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ? One error setting off with another error. ഓക്കെ. ആൻഡ് നോർമലി നമ്മുടെ ഈ കേസിൽ എന്തായിരിക്കും അവിടെ വരിക? ബാങ്ക് റീകൺസിലേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെബിറ്റ് ബാലൻസ് ഉണ്ടാവും അവിടെ, അതുപോലെ തന്നെ എന്തുണ്ടാവും? ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഡെബിറ്റ് ബാലൻസ് ഒരു 30,000 ഉണ്ട്, ക്രെഡിറ്റ് ബാലൻസ് ഒരു 30,100 ഉണ്ട്. അപ്പൊ നമ്മൾ സം എടുത്തു കഴിയുമ്പോഴത്തേനും പോസിറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ സം ഓഫ് റീകൺസൈലിംഗ് ഐറ്റം എന്ന് പറയുന്നത് അവിടെ എത്രയായിരിക്കും? 100 ആയിരിക്കും. അപ്പം അത് സിഗ്നിഫിക്കന്റ് ആയിട്ട് തോന്നത്തില്ല. അപ്പൊ അങ്ങനെയുള്ള എറേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കോമ്പൻസേറ്റിംഗ് എറേഴ്സ് വിളിക്കുക, സെറ്റ് ഓഫ് ആയി പോകുന്ന എറേഴ്സ്. അപ്പൊ അങ്ങനെ കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവും.
അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പറയേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Irrespective of whether sum of reconciling item is significant or not, നമ്മുടെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യണം എന്ന് പറയാ? റിവ്യൂ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ കൺട്രോളറിന് അയക്കണം എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മളവിടെ ഡെഫിഷ്യൻസി എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ബാങ്ക് റീകൺസിലേഷൻ പ്രിപ്പയർഡ് ഓൺ വീക്ക്ലി ബേസിസ്. ഹൗഎവർ the reconciliation statements are sent to financial controller for review only if the sum of reconciling item is significant. നമ്മൾ എന്ത് പറയാ? There can be chances of having compensating errors while preparing the bank reconciliation statement, resulting the sum of reconciling items to be insignificant. So if these are not sent for review, then the errors will not be identified and corrected on timely basis. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ എന്തായിരിക്കും? All the bank reconciliation statement prepared weekly should be sent to financial controller for review, irrespective of whether sum of reconciling item is significant or not, and the review should be evidenced by the signature of the financial controller. Clear ayo? Okay. So ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, they have asked us for how many deficiencies? 5. 5 deficiencies and recommendation and 3 direct controls and test of controls. നമ്മൾ എത്ര ഡെഫിഷ്യൻസീസ് പിക്ക് ചെയ്തു? 7 ഡെഫിഷ്യൻസീസ് പിക്ക് ചെയ്തു. അതേപോലെ തന്നെ നമ്മളിവിടെ 4 ഡയറക്ട് കൺട്രോൾസ് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഈസ് വാട്ട് യു നീഡ് ടു കീപ് ഇൻ മൈൻഡ് ആൻഡ് യു ഷുഡ് ഓൾവേസ് കൺസിഡർ. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? എക്സസ് ആയിട്ട് പോയിന്റ്സ് എഴുതാനായിട്ട് പാടില്ല. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടാവണം? നമ്മുടെ സിനാരിയോയ്ക്കകത്ത് എത്രയാണോ നമ്മുടെ എക്സാമിനോട് ചോദിച്ചേക്കുന്നത് ആ പോയിന്റ്സ് മാത്രം പറഞ്ഞാൽ മതി. 3 പോയിന്റ്സ് ആണ് ചോദിച്ചേക്കുന്നതെങ്കിൽ എക്സാക്ട്ലി 3 പോയിന്റ്സ് പറഞ്ഞാൽ മതി. ഇവിടെ 5 പോയിന്റ്സ് ആണ് ചോദിച്ചേക്കുന്നത്, അതുകൊണ്ട് തന്നെ എക്സാക്ട്ലി 5 പോയിന്റ്സ് പറഞ്ഞാൽ മതി. നിങ്ങൾ അവിടെ മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ എന്തിനേയും പറഞ്ഞു, നമ്മൾ കണ്ടുപിടിക്കുന്ന ഓരോ പോയിന്റ്സും ആ സെയിം ഓർഡറിൽ തന്നെയാണ് എഴുതി പോകേണ്ടത്? അല്ല. നമ്മൾ ഓരോ പോയിന്റ്സും കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ തന്നെ ആ പോയിന്റ്സിന് വെയിറ്റേജ് കൊടുക്കുക. നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് ഏതാണ്, അത്രയും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റൂല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന പോയിന്റ്സ് ഏതാണെന്ന്. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന പോയിന്റ്സ് ഏതാണോ അത് വേണം ആദ്യമേ എഴുതി പോകാൻ. ആൻഡ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെഫിഷ്യൻസി എഴുതാൻ അറിയാവോ എന്ന് ആലോചിക്കുമ്പോൾ ഡെഫിഷ്യൻസി മാത്രം എഴുതാൻ അറിയാവുന്ന ആലോചിച്ച പോരാ, ഡെഫിഷ്യൻസിയും അതിന്റെ റെക്കമെൻഡേഷൻ എഴുതാൻ അറിയാവുന്ന ആലോചിക്കണം. സെയിം ഇസ് ദാറ്റ് നമ്മൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എഴുതുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ സിനാരിയോയ്ക്കകത്ത് നിങ്ങൾ പിക്ക് ചെയ്ത ഡെഫിഷ്യൻസി എന്താണോ അതിനെ ബേസ് ചെയ്ത് കൊടുത്ത റെക്കമെൻഡേഷൻ എന്താണോ അതിനെ ബേസ് ചെയ്തുള്ള ടെസ്റ്റ് ഓഫ് കൺട്രോൾ തന്നെ എഴുതണം. ആൻഡ് ഡയറക്ട് കൺട്രോളിന്റെ ആണെങ്കിലും നിങ്ങൾ എന്താണോ കൃത്യം കണ്ടുപിടിച്ച ഡയറക്ട് കൺട്രോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ഓഫ് കൺട്രോൾ തന്നെ എഴുതണം. ബന്ധമില്ലാത്ത ബൈഹേർട്ട് ആയിട്ടുള്ള പോയിന്റ്സ് കൊണ്ട് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ലിയർ ആയോ? Is that clear everyone? Yes, sir. Okay, fine. സോ നമ്മളപ്പം ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന എങ്ങനെയാണ് ആൻസേഴ്സ് പ്രസന്റ് ചെയ്യേണ്ടതെന്നാണ്. സോ ഇപ്പോൾ തന്നെ എല്ലാവരും ആൻസേഴ്സ് എഴുതി നോക്കണം. ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് ഡെഫിഷ്യൻസി എഴുതുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ വരണം? ഐഡന്റിഫിക്കേഷൻ ഉണ്ടാവണം, എക്സ്പ്ലനേഷൻ ഉണ്ടാവണം, ഇമ്പാക്ട് ഉണ്ടാവണം. റെക്കമെൻഡേഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി അവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം എഴുതുക. അതേപോലെ തന്നെ ഡയറക്ട് കൺട്രോൾസ് എഴുതുന്ന സമയത്ത് ഡയറക്ട് കൺട്രോൾസ് ഓരോന്നും ഐഡന്റിഫൈ ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക, അവിടുത്തെ സ്ട്രെങ്ത് എന്താണെന്നുള്ള കാര്യം, ഇമ്പാക്ട് ഓൺ എഫേഴ്സ് എഴുതുക. ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എഴുതുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നമുക്ക് വേണ്ട പ്രൊസീജിയർ എന്താണോ അത് എഴുതണം, നമുക്ക് വേണ്ട ഡോക്യുമെന്റ് അല്ല ഇൻഫർമേഷൻ എന്താണെന്നുള്ള എഴുതുക, പേർപ്പസ് ഓഫ് ദി പ്രൊസീജിയർ എന്താണോ അതും നമ്മൾ ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. ഇസ് ദ ക്ലിയർ എവരിവൺ? പക്കാ ക്ലിയർ ആണോ? Yes, sir. ഓക്കെ. Yes, sir. അപ്പോൾ Sir. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ആൻഡ് ഇതിനെ ബേസ് ചെയ്ത് ഇപ്പൊ തന്നെ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതി നോക്കണം എല്ലാവരും. ഓക്കെ, ക്ലിയർ അല്ലേ? സാർ ആ sir. ബോണസിന്റെ പോയിന്റില് റെക്കമെൻഡേഷൻ ഒന്നുകൂടി പറയാമോ? ഏത് പോയിന്റിലായിരുന്നടാ? 5th പോയിന്റ്. ജസ്റ്റ് എ മൊമെന്റ്. 5th പോയിന്റ് ബോണസിന്റെ കൺഫർമേഷൻ ലെറ്ററിന്റെ കേസ് അല്ലായിരുന്നോ? അതെ. അതായത് നമ്മളിവിടെ പറഞ്ഞ ഡെഫിഷ്യൻസി എന്തായിരുന്നു ആദ്യമേ? അത് ആദ്യമേ ആലോചിച്ച് നോക്കി. ഡെഫിഷ്യൻസി ആയിട്ട് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? അതായത് പേറോൾ ഡിപ്പാർട്ട്മെന്റ് ബോണസ് എന്ത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, റിവ്യൂ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, ക്ലർക്ക് ഇൻപുട്ട് ചെയ്ത്, ശരിയല്ലേ? അപ്പൊ നമ്മളവിടെ റെക്കമെൻഡേഷൻ ആയിട്ട് പറഞ്ഞ എന്തായിരുന്നു? ഓരോ ബോണസ് പേയ്മെന്റ്സും ക്ലർക്ക് ഇൻപുട്ട് ചെയ്തേക്കുന്ന ഒരു സീനിയർ ഒഫീഷ്യൽ എന്ത് ചെയ്യുന്നുണ്ടാവണം? റിവ്യൂ ചെയ്യുന്നുണ്ടാവണം. അതേപോലെ തന്നെ ഈ ബോണസ് കൺഫർമേഷൻ ലെറ്ററിന്റെ അകത്ത് പറഞ്ഞേക്കുന്ന എമൗണ്ട് എത്രയാണോ അത് തന്നെയാണോ ഇൻപുട്ട് ചെയ്തേക്കുന്നത് നോക്കണം. ക്ലിയർ ആയോ? ഓക്കെ സർ. ഓക്കെ, അപ്പൊ നമ്മൾ പറയുമ്പോൾ എന്തായിരിക്കും പറയാം? ഓൾ ദി ബോണസ് പേയ്മെന്റ്സ് ഇൻപുട്ടഡ് ഇൻ ടു ദ സിസ്റ്റം by the payroll clerk should be reviewed by a senior official, and sample of payroll bonus that need to be paid to the employees should be agreed to the bonus confirmation letter also. Clear ayo?
യെസ് ഓക്കെ. സോ നാളെ നമ്മളപ്പോ റിവൈസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ദ ഏരിയ ഓഫ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് വിച്ച് ഈസ് വൺ ഓഫ് ദി കോർ ഏരിയ. സോ അപ്പോൾ സബ്സ്റ്റാൻറ്റീവ്സിന്റെ ഏരിയാസ് എല്ലാവരും നോക്കിയിട്ട് വരണം. ആൻഡ് വിൽ ബി പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ ഏരിയ ഓഫ് സബ്സ്റ്റാൻറ്റീവ്സ്. ആൻഡ് ഇൻ അഡീഷൻ ടു വിച്ച് എല്ലാവരും ഇന്ന് തന്നെ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി നോക്കുക. ഓക്കെ, ഓൾറൈറ്റ്. So thank you so much everyone. Thank you. താങ്ക് യു സർ. Oh, Thank thank you, you. sir.